സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവം എല്ലാവരും അത്ഭുതകരമായിട്ട് ഹല്ലേലൂയ വിടുവിക്കുമാറാകട്ടെ. ദൈവം നമ്മൾ അനേവരെയും അത്ഭുതകരമായി വിടുതൽ ചെയ്യുവാറാക. ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. இந்த இரவில் உங்கள் நடுவில் நிற்பதில் மிக மிக சந்தோஷம் அடைகிறேன். എത്ര പേർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? தேவனுடைய பிரசன்னத்தை எத்தனை பேர் உணர்ந்து கொண்டிருக்கிறீர்கள்? ഹല്ലേലൂയ. ഇതിനകത്തൊരു വലിയ അത്ഭുതം ദൈവം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ജനങ്ങൾ നടുവിലെ பெரிய അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യ പോകുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. കർത്താവിന്റെ செயல்கள் இந்த இரவில் இங்கே வெளிப்பட்டு வர പോകുന്നത്. നമ്മുടെ കീബോർഡിസ്റ്റ് എവിടെ പോവാ? കീബോർഡിസ്റ്റ് എങ്ങോട്ട് പോവാ? കീബോർഡിസ്റ്റിനെ വിളിച്ചോ. കണ്ടോ, ഇന്നൊരു ഫെസ്റ്റിവൽ അതിനകത്ത്. இது ஒரு பண்டிகையாகவே இருக்கும். கீபோர்ட்ஸ் எல்லாம் உள்ளே இறங்க வெளியில போகாதங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. കർത്താവ് നമുക്ക് ഉദവി ചെയ്യുവാറാകെ. വായിച്ച തിരുവെഴുത്തുകളിൽ നിന്ന് ചില കാര്യം മാത്രം വേഗത്തിൽ രേഖപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വാസിക്കപ്പെട്ട വേദപകുതിയിലിருந்து ഒരു ചില ആലോചനകളെ കൂടി ഉங்களுக்காக ജപിக்க ക്രിസ്തുക്കുള്ളാக ഞാൻ എന്നെ അർപ്പണിக்கிறேன். ഇന്ന് രാത്രികാലം ഒരു എക്സ്പ്രസ് എന്ന നിലവാരത്തിലായിരിക്കും ഇതിനകത്ത് ശുശ്രൂഷകൾ ചെയ്യുന്നത്. இந்த இரவிலே എക്സ്പ്രസ് പോലുള്ള ஊழியங்கள் தான் இந்த இரவிலே இங்கே நடைபெறும் പോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിക്കുന്നത് പോലെ പ്രവചന ദൂതുകൾ കൈമാറ്റം ചെയ്യുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പരിശുദ്ധ ആവിയാനവർ എന്നെ ഉള്ളത്തുക്കുള്ളാக തരുகிற വണ്ണമാகவே தீர்க்கதரிசனத்தை உரைத்து വാർത്തകളെ ചൊല്ലി ഉங்களுக்காக ജപിക്കാൻ ഞാൻ വിരുമ്പുகிறேன். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെയധികം ശക്തമായിട്ട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ഞാൻ இந்த கூடிக்கு வருவதற்கு முன்பதாகவே ஜெபன் வேளையிலே பரிசுத்த ஆவியானவர் என்னோடு வல்லமையாக இடப்பட்டு கொண்டிருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിக்கிறீர்கள்? This is your day of miracle. ആമേൻ. നടക്ക പോകുന്നത്. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ്. இந்த நாள் ஒரு அற்புதத்தின் நாளாக இருக்கிறது. എത്ര പേർ പറയുവാണ് this is day of my miracle day? இந்த நாள் என்னுடைய அற்புதத்தின் நாள். எத்தனை பேர் சொல்ல முடியும்? ഹല്ലേലൂയ. ഈ വാക്കുകൾ പറയുമ്പോൾ പിശാചിന്റെ മണ്ടയ്ക്ക് അടി വീഴുകയാണ്. இந்த வார்த்தை நீ சொல்லுகிற போது பிசாசுடைய தலைக்கு நீங்க அடி போடுகிறீர்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയോഗത്തോടെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഒരു പ്രവചന ദൂത് പറയാം. ஆண்டவர் எனக்கு தந்த அந்த தீர்க்க தரிசனத்தை அந்த ஆவிக்குள்ளாக நான் ஒதுங்கி நின்று நான் அறிவிக்க விரும்புகிறேன். ദൈവസഭയുടെ വിശാലത ദൈവം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. இந்த திருச்சபையுடைய எல்லையை கர்த்தர் விரிவாக்க போகிறார். ஆமென். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. പരിശുദ്ധാവിയാനവർ அந்த தீர்க்க தரிசனத்தை உடனே உரைக்கும்படியாக என்னை ஏவுகிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. വേഗത്തിൽ വചനത്തിലേക്ക് വരാം. സീക്രமாக വേദ പകുതിയിൽ വരാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-17 തിരുവേദ ഭാഗങ്ങളാണ് വായിക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പോസ്തലൻ പൗൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം അധികാരം 3-ാം അധികാരം 17-18 വചനങ്ങളെ താൻ വാസിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? நீங்கள் தேவனுடைய ஆலயமாய் இருக்கிறீர்கள். தேவனுடைய ஆவியானவர் உங்களுக்குள்ளாக வாசம் பண்ணுகிறார் என்பதை அறியவில்லையா? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. தேவனுடைய ஆலயத்தை கெடுக்கிறவனை நானும் கெடுப்பேன். நீங்கள் தேவனுடைய ஆலயமாய் இருக்கிறீர்கள். ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, அப்போஸ்தலன் பவுல் இவ்விதமாக சொல்கிறார், നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. நீங்கள் தேவனுடைய ஆலயமாய் இருக்கிறீர்கள். ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന്. தேவனுடைய ஆவியானவர் உங்களுக்குள்ளாக வாசம் பண்ணுகிறார். അതിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുകയാണ്? எத்தனை பேர் விசுவாசிக்கிற தேவ ஆவியானவர் எனக்குள்ளாக வாசம் பண்ணுகிறார் என்று? നമ്മളിൽ ആരാണ് വസിക്കുന്നത്? நமக்குள்ளாக யார் வாசம் பண்ணுகிறார்? ആരാ വസിക്കുന്നത് പറയാമോ? சொல்லுங்க. நமக்குள்ளாக யார் வாசம் பண்ணுகிறார்? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിയാണ്. தேவனுடைய பரிசுத்த ஆவியானவர். ஆமென். ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം. நான் ஆவியில் சொல்கிறேன். ഹൈന്ദവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ 330 കോടി ദൈവങ്ങളാണ് എന്നിൽ വസിക്കുന്നത്. பிற ஜாதிகளை பார்த்து கேட்டதுன்னா 33 கோடி தேவர்கள் எனக்குள்ளாக இருக்கிறார் என்று சொல்லுவார்கள். മുസ്ലിം സഹോദരന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ ദേവന്മാരാണ് ഞങ്ങളിൽ വസിക്കുന്നത്. கிறிஸ்தவ சபைகளில் பல சபைகளை கேட்டதுன்னா அவங்க நம்புகிற ஆண்டவர் இருக்கிறார் என்று சொல்லுவார்கள். ഹല്ലേലൂയ. ഇനി ക്രിസ്ത്യാനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ പുണ്യാളന്മാരും നമ്മുടെ ദൈവമാണ് വസിക്കുന്നതെന്ന് പറയും. ക്രിസ്തുവോട് കേട്ട യോസഫ് മരിയ അന്തോണിയാർ എല്ലാം വാഴ്ക്കൽ ഇരിക്കണമെന്ന് சொல்லுவார்கள். പക്ഷെ ദൈവം എല്ലാത്തിനും ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് നന്നായിട്ട് മറുപടി പറയുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ കേൾവികൾക്കും അപ്പോസ്തലൻ പൗൽ തെളിവാக சொல்லுகிற பதிலை தான் நாம் வாசிக்க கேட்டோம். ആരാണ് നമ്മളിൽ വസിക്കുന്നത്? நமக்குள்ளாக யார் வாசம் பண்ணுகிறார்? കൊലോസ്യർക്കെഴുതിയ ലേഖനം കൊലോസ്യ നിരൂപം 1-ാം അധ്യായം 1-ാമത് അധികാരം അതിന്റെ 27-ാമത്തെ തിരുവേദ ഭാഗം പറയുന്നു. 27-ാമത് തിരുവചനത്തെ വാസിക്കുമ്പോൾ അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അത് ജാതികൾ നടുവിലെ இந்த രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത് ദേവനുക്ക് പ്രിയമായി കാണപ്പെട്ടത്. ഇവിടെ നോക്കണം, ജാതികളുടെ ഇടയിൽ ഈ മർമ്മം എന്ന് പറഞ്ഞാൽ ഇതൊരു രഹസ്യമാണ്. എന്നാൽ ദേവനുடைய വാർത്തയാണത് ഒരു സത്യമായി ഒരു രഹസ്യമായി കാണപ്പെടുகிறது. ഹല്ലേലൂയ. ഇത് എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടിയെന്ന് വരത്തില്ല. ഇത് എല്ലാവർക്കുമേ അത് വെളിപ്പെട്ട് അറിഞ്ഞുകൊള്ള முடியாது. ഹല്ലേലൂയ. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ சொல்லுங்க. ഇതൊരു മർമ്മമാണ്. ഇത് ഒരു രഹസ്യമായി ഇരിക്കുന്നത്. ഇതെല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇത് രഹസ്യം എല്ലാവർക്കുമേ വെളിപ്പാട് കിടക്കവില്ല. ഈ വെളിപ്പാട് കിട്ടിയവരാണ് ഈ ദൈവസഭയ്ക്കകത്ത് ദൈവം കൊണ്ടുവന്നത്. വെളിപ്പാടെ പെറ്റുകൊണ്ടവരെ ആണ്ടവരാக ദേവന്റെ തിരുസഭയ്ക്കുള്ളിൽ കൊണ്ടുവയ്ത്തിരിക്കുകയാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം എന്താണ്?
ഇത് വെളിപ്പെടുത്താൻ ഇഷ്ടമായത് സാക്ഷാൽ യഹോവയായ ദൈവത്തിനാണ്. இந்த ரகசியங்களை வெளிப்படுத்துவது உண்மையான ஆண்டவராக தேவனாக இருக்கிறார். ഹല്ലേലൂയ. അപ്പോൾ ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയ ഞാൻ നിങ്ങൾ നിസ്സാരപ്പെട്ട വ്യക്തികളല്ല. இந்த ரகசியம் அந்த வெளிப்பாடு கிடைத்த நாம் சாதாரணமான ஆள் அல்ல, நம்ம அமைதியாக இருக்கக்கூடியவர்கள் அல்ல. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കാര്യം കൊടുത്തിട്ട് പറ, നിങ്ങൾ നിസ്സാരപ്പെട്ട ഒരു വ്യക്തിയല്ല. உங்க கையில பக்கத்துல கை கொடுத்து சொல்லுங்க, நீங்க சாதாரணமானவர்கள் அல்ல. നിങ്ങൾ സാധാരണ ആളല്ല. நீங்க சாதாரணமானவர்கள் அல்ல. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. ஆமென். ഞാൻ ഒരു കാര്യം പറയാം. ஒண்ணு சொல்கிறேன், ഇതിനകത്ത് ചിരിക്കാതെ ആരും ഇരിക്കരുത്. இங்க சிரிக்காம யாரும் இருக்க வேண்டாம். ഹല്ലേലൂയ. കാരണം എന്താണ്? காரணம் என்ன? ദൈവത്തിന്റെ ആലയത്തിനകത്താണ് ഞങ്ങൾ நாம் വന്നിരിക്കുന്നത്. தேவனுடைய ஆலயத்துக்குள்ளாக வந்து அமர்ந்திருக்கிறோம். ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കും. அநேக பிரச்சனைகள், போராட்டங்கள், கஷ்டங்கள், தொல்லைகள் നമ്മുടെ வாழ்க்கையில் இருக்கலாம். പിശാച് പറയും ചിരിക്കരുത്. பிசாசு சொல்லுவான், நீங்க அமைதியா இருங்க, சிரிக்க നീ கூடாது. ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. நீ சிரித்து பார்ப்பது எனக்கு பிடிக்காது. നിന്റെ ചിരി മതി പിശാച് തകർന്നു പോകാൻ. நீ சிரிச்சா போதும், பிசாசு பலனிட்டு போயிடுவான். ആമേൻ പറഞ്ഞേ. ஆமென். ഹല്ലേലൂയ. ஹல்லேலூயா. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഴപ്പാന സിറിപ്പ് പിശാചെ കോട്ടകളെ ഇടിക്കും. அப்ப நீங்க உள்ளத்திலிருந்து நீங்க சிரிக்கிற சிரிப்பு பிசாசுடைய அரண்களை உடைக்கிறதாக காணப்படுகிறது. ആമേൻ പറഞ്ഞോട്ടെ. ஆமென் சொல்லி ஏற்றுக்கொள்ளுங்க. ഹല്ലേലൂയ. ஆமென் சொல்லி ஏற்றுக்கொள்ளுங்க. അപ്പോൾ രഹസ്യം ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. இந்த ரகசியங்களை ஆண்டவராகிய தேவன் இன்று நமக்கு வெளிப்படுத்தி கொடுக்க போகிறார். ഹല്ലേലൂയ. എന്താണ് ആ രഹസ്യം? அந்த ரகசியம் என்னதாக இருக்கிறது? എന്താണ് ആ മർമ്മം? அந்த ரகசியம் என்ன? ദൈവത്തിന്റെ വചനം പറയുന്നു, கர்த்தருடைய வார்த்தை சொல்லுகிறது, ഹല്ലേലൂയ, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമദാനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. இந்த மகிமையுடைய அந்த ஆழமான சத்தியம் என்ன என்பதை இந்த ஜனங்களுக்குள்ளாக நான் வெளிப்படுத்த போகிறேன். പാസ്റ്റർ, ബൈബിൾ വായിച്ച് കറക്റ്റായിട്ട് പറയണം. എനിക്ക് തമിഴ് കുറച്ച് മനസ്സിലാവും, അപ്പൊ മിസ്റ്റേക്ക് വന്നാൽ എനിക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. കൊലോസ്യർ 1-ാം അതിന്റെ 27-ാമത്തെ തിരുവേദ ഭാഗം. പ്രൈസ് ദി ലോർഡ്. ആ ആ ആ ആ ആമേൻ. മതി മതി, ഇവിടെ നോക്കണം. ഇനി അടുത്ത വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? அடுத்தது என்ன வாசிக்கிறோம் தெரியுமா? ഹല്ലേലൂയ, ആ മർമ്മം, அந்த ரகசியத்தை, അതിലെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. கிறிஸ்துவானவர் மகிமையின் நம்பிக்கையாக உங்களுக்குள் இருப்பதே அந்த ரகசியமாக இருக்கிறது. ஆமென். പറയട്ടെ, കരങ്ങൾ അടിച്ച്, கரங்களை அடித்து தட்டி ஆமென் சொல்லலாம். ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുകയാണ്. മഹിമയിൻ ദേവനായി ക്രിസ്തു നമുക്കുള്ളാക വാസം பண்ணுகிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റുകൊള്ളുகிறீர்கள்? ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. அந்த மகிமையின் நம்பிக்கைக்குரிய கிறிஸ்து எனக்குள்ளாக இருக்கிறார். അല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞാൻ ക്രിസ്തുവിൽ ഇരിക്കുന്നു. ആമേൻ. മഹിമയിൻ നമ്പിക്കൻ മഹിമയിൻ ക്രിസ്തു ഉള്ളാക ഞാൻ ഇരിக்கிறேன். അല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. மகிமையின் நம்பிக்கையின் கிறிஸ்து எனக்குள்ளாக இருக்கிறார். പാസ്റ്റർ പറയടാ വേണ്ട. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിൽ ഞാൻ ഇരിക്കുന്നു. ആമേൻ. മഹിമയിൻ ക്രിസ്തുവുക്കുള്ளாக நான் இருக்கிறேன். അല്ലല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. இல்ல, மகிமையின் நம்பிக்கையின் தேவன் எனக்குள்ளாக இருக்கிறார். അല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിൽ ഞാൻ ഇരിക്കുന്നു. இல்ல, நம்பிக்கையின் மகிமையின் கிறிஸ்துவுக்குள்ள நான் இருக்கிறேன். അല്ലല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. இல்ல, நம்பிக்கையின் மகிமையின் கிறிஸ்து எனக்குள்ளாக இருக்கிறார். അല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിൽ ഞാൻ ഇരിക്കുന്നു. இல்ல, மகிமையின் கிறிஸ்துவுக்குள்ளாக நம்பிக்கையோடு நான் இருக்கிறேன். ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ சொல்லலாம். ഇതൊന്നല്ല സത്യം, ക്രിസ്തുവും ഞാനും ഒരുമിച്ചിരിക്കുന്നു. இதுதான் உண்மையான காரியம். நானும் கிறிஸ்துவும் ഒരുമിച്ച് ഇരിക്കുന്നു. ശബ്ദ രഹസ്യ. യേശുവിൻ നാമം, യേശുവിൻ നാമം. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ ആമേൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത് പാസ്റ്റർ എവിടെ ഉണ്ടോ, പ്രസാദ് പാസ്റ്റർ എങ്ക ഇരിക്കാറോ അവിടെ ക്രിസ്തു ഉണ്ട്. അങ്ങ് യേശു ക്രിസ്തു ഇരിക്കാർ. ആ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, அந்த நம்பிக்கையின் கிறிஸ்துவாகிய கர்த்தர் நமக்குள்ளாக இருப்பாருண்டா, നിങ്ങൾ എവിടെ ഉണ്ടോ നാം എങ്ക ഇരിക്കുമോ അവിടെ ക്രിസ്തു ഉണ്ട്. അങ്ങ് ക്രിസ്തു ഇരിക്കാർ. നാമേ പറഞ്ഞാട്ടെ. ആമേൻ சொல்லலாம். അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, அப்படியான இரவில பரிசுத்த ஆவியானவர் ஆலோசனை சொல்லுகிறார். എത്ര വലിയ ഇരുട്ടിന്റെ വ്യാപാരം മൂടി നിൽക്കുന്ന പട്ടണത്തിനകത്ത് നീ കാലുകുത്തിയാലും, எப்பேற்பட்ட இருளின் ஆவிகளுக்குள்ள
நிறைந்திருக்கிற இடத்துல நீ கால்கள் வைப்பாரானால் ഹല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുമായി നീ കാലുകുത്തുമ്പോൾ நம்பிக்கையின் மகிமையின் கிறிஸ்து நமக்குள்ளாக வெளிப்பட்டு வருகிற போது ഹല്ലേലൂയ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ നിന്റെ മുമ്പിൽ അടിയറ പറയും. அந்த இருளின் கிரிகள் உன்னை விட்டு இந்த இரவில் அழிந்து போகிறது. വിശ്വസിക്കുന്ന കരങ്ങളെ ചേർത്തടിച്ച് വിശ്വാസമുള്ള കരങ്ങളെ തട്ടി എവിടേക്ക് ദൈവശക്തി വെളിപ്പെട്ടു വരികയാണ്, എവിടേക്ക് ദൈവ സാന്നിധ്യം ചലിക്കുകയാണ്, ആരിലേക്ക് ദൈവ മഹത്വം വെളിപ്പെടുകയാണ്. പെറ്റുകൾ ഇതിനകത്ത് ചില തലമുറയുടെ മേൽ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം ചലിക്കുകയാണ്. ദൈവത്തിന്റെ പ്രസന്നം ചില തലമുറയ്ക്ക് മേലാകെ അസയ്യ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരിലൊക്കെ ദൈവ മഹത്വം വെളിപ്പെട്ടു വരികയാണ്. ദൈവത്തിന്റെ മഹിമ ഇരവിലേക്ക് വെളിപ്പെട ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുടുംബത്തിന്റെ ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ദൈവം അഴിക്കുന്ന രാത്രിയാണ്. കുടുംബത്തെ വിട്ട് ഇരുളിൻ ആവികളെ അഴിച്ചു മാറ്റുന്ന ഇരവ്. പ്രാപിച്ചോ. യെസ്. Hallelujah. Rabasheke. Praise the Lord. തേടി പോകവില്ലേ, എന്നെ തേടി വந்தாരയ്യാ. ഞാൻ തേടി പോകവില്ലേ, എന്നെ തേടി വந்தாരയ്യാ. എന്തെന്നെ ഏതു വന്നാലും അപ്പാവെ സോദരി, എന്തു വന്നാലും ഏതു വന്നാലും അപ്പാവെ സോദരിപ്പേ. യേസപ്പാ സോത്തിഹം, യേസപ്പാ സോത്തി റബശദേ, യേസപ്പാ സോത്തിഹം, യേസപ്പാ സോത്തിഹം. ദാവീദെ പോലെ അപ്പാവേ ആരാവശേ, ദാവീദെ പോലെ അപ്പാവേ. ആ കരങ്ങളിൽ ധ്യാനം പറഞ്ഞാണ്. ഹല്ലേലൂയ. ഊറബശകേ. ഹല്ലേലൂയ. നിങ്ങളെല്ലാം വിട്ടുകൊടുത്ത് ആരാധിച്ചോണം കേട്ടോ. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ശരീരത്തിനകത്ത് വലിയ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. അമ്മ யாரையும் பிடிக்க வேண்டாம், உங்க ஆவி ஆத்ம சரீரத்தை நீங்க ஃப்ரீயா விட்டு கொடுத்து நீங்க ஆராதிக்க வேண்டும். மகிமை இறங்க போகிறது. നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നിൽക്കുന്നത്. നാം പരിശുദ്ധ ആവിക്കുള്ളാக നമ്മൾ നിൽக்கிறோம். നമ്മൾ ക്രിസ്തുവിലാണ് നിൽക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവുക്കുള്ളാக നിൽக்கிறோം. ഹല്ലേലൂയ. 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 ശ്രദ്ധിക്കണമേ, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു ഒരുവന്റെ മേൽ വരുമ്പോൾ, மகிமையின் நம்பிக்கைக்குரிய கிறிஸ்து ஒருவனுக்குள்ளாக கடந்து வருகிற போது அவனுடைய சரித்திரம் மாறும். அவருடைய சரித்திரமே மாற்றப்படும். எஸ் ஆமென். ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇതിനകത്ത് ആരാധന നടക്കുമ്പോൾ, പരിശുദ്ധ ആവിയാണ് சொல்கிறார், இந்த ஆலயத்தில் ஆராதனை நடந்து கொண்டிருக்கிற போது ചില ഇരുട്ടിന്റെ ഹല്ലേലൂയ വ്യാപാരങ്ങൾ മൂടി നിൽക്കുന്ന ചില ഭവനങ്ങളിൽ, ഇരുളിൻ ആധിക്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ചില കുടുംബത്തുക്കുള്ളാകെ അതിന്റെ ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന ഒരു വെളിപ്പാട് സ്വർഗ്ഗം എന്നെ കാണിക്കുകയാണ്. പരലോക ദേവന്റെ അഗ്നി ഇറങ്ങുവதை പരിശുദ്ധ ആവിയാണ് എനിക്ക് കാണിപ്പിക്കുന്നത്. യെസ് ആമേൻ. ആമേൻ ചൊല്ലുക. കരങ്ങൾ തട്ടി. യെസ്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു പേര് കാണിക്കുന്നു. ഓ റബാഥനാര, എന്റെ ദൈവാത്മാവ് ഒരു പേരെന്നെ കാണിക്കുന്നു. ദേവാവിയാൽ ഒരു പേര് എനിക്ക് കാണിപ്പിക്കുന്നു. ആ വ്യക്തിയുടെ മേൽ ദൈവ ശക്തി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്നെ കാണിക്കുന്ന പേരിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്: MAT. ഹല്ലേലൂയ.
മഡോന എഡോന ഇങ്ങനെ ഒരു പേര് ദൈവാത്മാവിന്റെ കാണിക്കുന്നു. ആരാണ്? ഓ റബ്ബശകേ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടുകയാണ്. ദൈവസം ഒന്ന് ചാടി എഴുന്നേറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഒന്ന് ചാടി എഴുന്നേറ്റ്. നിങ്ങളുടെ മേലെ ഒരു അസാധാരണമാകുന്ന ഒരു കോളിംഗ് കിടക്കുകയാണ്. സിസ്റ്റർ, ഒരു അസാധാരണമായ ഒരു അழைப்பு ഉங்க மேல இருக்கிறது. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ചിലതിനെ കീറി മുറിച്ചുകൊണ്ട് കേറുവാനുള്ള ഒരു ദൈവിക അഭിഷേകത്തിന്റെ അനോയിന്റിംഗ് ഇന്ന് രാത്രിക്കാണ് ഞാൻ നിന്റെ മേൽ കൈമാറാൻ പോകുകയാണ്. പിളർന്നുകൊണ്ട് അത് അതിജീവിച്ച് മുന്നേറக்கூடிய ഒരു വല്ലമേ இந்த இரவு உனக்குள்ளாக இருப்பதை பரிசுத்தாவியானவர் தெளிவாக பேசுகிறார். വിശ്വസിക്കുന്നവർ വിശ്വാസമുള്ളവർ ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ദേവാവിയാണ് ദീർഘദർശനം ഉറക്കെ ചൊല്ലുகிறார். ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങൾ ഒറ്റിരിക്കാൻ പറയുന്നു. നിങ്ങൾ இந்த நாட்கள் ஜெபத்திலே நீங்கள் தரித்திருக்க வேண்டும். ശക്തമായ ചില ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ വല്ലമயான தேவனுடைய ஊழியத்திற்கு வல்லமை கர்த்தர் நாட்கள் பயன்படுத்தும்படியாக ഹല്ലേലൂയ ഒരു പ്രത്യേക നിയോഗത്തിനകത്ത് ഈ ദിവസങ്ങൾ ദൈവം കൊണ്ടുവരും. ഒരു വിശേഷமான ഒരു നിലയിലെ കർത്തർകളെ വെളിയെ കൊണ്ടുവരാൻ പോകുகிறார். റാബാധനാര ഘടക ശംദനാന ബൗഡർ ഘടനാര നിന്റെ മിനിസ്ട്രിയുടെ തിളക്കം വർദ്ധിപ്പിച്ചത് உன்னுடைய ஊழியத்துடைய அந்த நிலைமையை மகிமைப்படுத்த போகிறார், விளங்கப்படுத்த போகிறார். ദൈവാത്മാവൻ ഒരു ഡേറ്റ് എന്നെ കാണിക്കുന്നു. ഒരു നാൾ ഒരു ഡേറ്റ് കാണിപ്പിக்கிறார். അത് ഇന്ത്യ ആഘോഷിക്കുന്ന ഒരു ഡേറ്റ് ആണ്. അത് ഇന്ത്യ ദേശം അത് കൊണ്ടാടുகிற ഒരു നാളാக இருக்கிறது. ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ. ആമേൻ. ജനുവരി 26. ജനുവരി 26. അങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഡേറ്റ് നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറിയ ഒരു ദിവസമാണെന്ന്. നിന്റെ ജീവിതം அந்த நாள் ஒரு குடும்பத்தோடு இணைந்து நிற்கிற ஒரு சரித்திரத்தை தலையிடக സിസ്റ്റർ, ഈ ജനുവരി 26 എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആണോ? ഓ ആമേൻ പറയാ. ഹല്ലേലൂയ. വെഡിങ് ആനിവേഴ്സറി അല്ലേ, വെഡിങ് ഡേ. അത് തിരുമണ നാളാണ് இருக்கிறது. ദൈവം നിങ്ങളെ കോർത്തിണക്കിയതാ. ஆண்டவராக தேவன் உங்களை இணைத்ததாக இருக்கிறார். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധ ആവിയാനവർ சொல்லுகிறார், ഹല്ലേലൂയ, നിങ്ങളിലൂടെ അസാധാരണമാകുന്ന മിനിസ്ട്രി സ്റ്റാർട്ട് വെളിപ്പെടും. உங்களை கொண்டு ஒரு அசாதாரணமான ஊழியத்தை கர்த்தர் செய்ய போகிறார். രാജ്യങ്ങളുടെ പ്രവാചകയായി നിന്ന് ഞാൻ പണിയാൻ പോകുകയാണ്. ദേശത്തിற்கு ஒரு தீர்க்கதரிசியாக உன்னை உருவாக்க போகிறார். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, தேவனுடைய பரிசுத்த ஆவியானவர் சொல்லுகிறார், ഹല്ലേലൂയ, അനേക കോളുകൾ നീ അറ്റൻഡ് ചെയ്യും. അനേക കൂട്ടങ്ങളിൽ ഉന്നെ പങ്കുവര வைப்பார். അനേക കോളുകൾ നീ അറ്റൻഡ് ചെയ്യും. അനേക தொலைபேசி கால் നീ അറ്റൻഡ് பண்ணுவாய். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാവൻ சொல்லுகிறார், വരുവാനിരിക്കുന്ന അനർത്ഥങ്ങളെ, വരവേണ്ടിയ വിപത്തുകളെ അതിനെ മുൻകൂട്ടി കാണുന്ന ഒരു പ്രവാചകയാക്കി, അത് മുൻകൂട്ടിയെ അറിയിപ്പിക്കக்கூடிய ഒരു ദീർഘദർശിയാക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധ ആവിയാനവർ നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ദൈവത്തിന്റെ ആവിയാനവർ ദീർഘദർശനമാണ് പറയുന്നത്. ഏഞ്ചൽ വിസിറ്റിംഗ് ഉണ്ടാകാൻ പോകുകയാണ്. ചില വിസിറ്റിംഗ് വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ തേടി പോകവില്ലേ, എന്നെ തേടി വந்தாരയാ, ഞാൻ തേടി പോകവില്ലേ, എന്നെ തേടി വந்தாരയാ. എന്തെന്നേ സുവേ, എന്തെന്നേ സുവേ, ഓ എന്തെന്നേ സുവേ, എന്തെന്നേ സുവേ, എന്തെന്നേ സുവേ, എന്തെന്നേ സുവേ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവ
ദൈവത്തിന്റെ പ്രവർത്തികൾ അസാധാരണമായി നിനക്കത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. கிரிகள் அசாதாரணமாக வெளிப்பட்டுக் கொண்டிருக்கிறது. ദൈവത്തിന്റെ ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. தேவ ஆவியானவர் தீர்க்கதரிசனம் உரைக்க சொல்கிறார். ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. தூதர்கள் இறங்குவதும் ஏறுவதும் நீங்கள் காண்பீர்கள். ദൈവത്തിന്റെ മഹത്വത്തിൽ നടക്കുന്ന ഒരു ജനറേഷന് സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. தேவ மகிமையினால் நடத்தப்படுகிற ஒரு தலைமுறைகளை நீங்க பார்க்க போகிறீர்கள். എത്ര പേർ വിശ്വസിക്കുന്ന നാമേ പറഞ്ഞാട്ടെ? எத்தனை பேர் விசுவாசத்தோடு ஏற்றுக்கொள்கிறீர்கள்? ഇവിടെ നോക്കണമേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. மகிமையின் நம்பிக்கைக்குரிய கிறிஸ்து உங்களுக்குள்ளாக இருக்கிற ரகசியத்தை குறித்து பார்க்கிறோம். ആമേൻ പറഞ്ഞാട്ടെ? ஆமென் சொல்லலாம். അപ്പൊ നമ്മൾ ഇനി ഒന്നല്ല, നമ്മൾ സെപ്പറേറ്റ് അല്ല, இனி நம்ம தனிமை அல்ல. ഹല്ലേലൂയ. ക്രിസ്തുവും ഞാനും கிறிஸ்துவும் நானும் ഒന്നാണ്, ஒன்றாக இருக்கிறோம். കാരണം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു, மகிமையின் நம்பிக்கைக்குரிய கிறிஸ்து എന്നിൽ വസിക്കുകയാണ്. எனக்குள்ளாக வாசம் பண்ணுகிறார். മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിൽ, மகிமையின் நம்பிக்கையின் கிறிஸ்துவுக்குள்ளாக ഞാൻ വസിക്കുന്നു. நான் வாசம் பண்ணுகிறேன். അല്ലല്ല, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു, நம்பிக்கையின் மகிமைக்குரிய கிறிஸ்து എന്നിൽ വസിക്കുകയാണ്. எனக்குள்ளாக வாசம் பண்ணுகிறார். അല്ലല്ല, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിൽ, இல்ல மகிமையின் கிறிஸ்துவுக்குள்ளாக ഞാൻ വസിക്കുകയാണ്. நான் வாசம் பண்ணுகிறேன். എന്നാൽ ഞങ്ങൾ രണ്ടും ഒന്നായി വസിക്കുകയാണ്. நாங்க இருவரும் ஒன்றாக வாசம் பண்ணுகிறோம். ஹalleluya. ആമേൻ പറഞ്ഞാട്ടെ? ആമേൻ ചൊല്ലി ഏറ്റുകൊള്ളുங்கள். ആമേൻ. ആമേൻ. ഇവിടെ നോക്കണമേ, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു ഒരുവന്റെ മേൽ വെളിപ്പെടുന്നതിന് മുമ്പേ, நம்பிக்கைக்குரிய கிறிஸ்து ஒருவனுக்குள்ளாக வெளிப்படுவதற்கு முன்பாக, ഹല്ലേലൂയ, ഈ വാക്യം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് ശൗലായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. இந்த வசனங்களை நிருபத்தை எழுதின அப்போஸ்தலன் பவுல் சவுலாக காணப்பட்டான் ஒரு நாள். ഹല്ലേലൂയ. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവനായിട്ടിരുന്ന കാലഘട്ടം. ഇനി சொல்லப்போனா ക്രിസ്തവരെ തുன்பപ്പെടുത്തുന്ന ഒരുവനാக കാണപ്പെട്ടാൻ. വളരെയധികം ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നു. ദൈവത്തിന്റെ വാർത്തയിൽ നമ്മൾ അധികமாக பார்க்கிறோம். വായിക്കണം, ഞാൻ പറഞ്ഞു വിട്ടു പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിനകത്ത് പറയുന്നു. അപ്പോസ്തല നടപടികൾ 7-ാം അധികാരത്തിൽ നിങ്ങൾ ബൈബിൾ എടുക്കട്ടെ, ഞാൻ പറഞ്ഞു വിട്ടു പോകാം, സമയം നമ്മുടെ മുമ്പിലില്ല. சொல்லி போகிற நேரமில்லை. ഹല്ലേലൂയ. ഒരു പ്രസംഗം നടക്കുകയാണ്. ഒരു പ്രസംഗത്തെ பண்ணுகிறார். ഹല്ലേലൂയ. ആ ഒറ്റ പ്രസംഗത്തിനകത്ത് സ്വർഗ്ഗം തുറന്നു. ഒരേ ഒറ്റ പ്രസംഗത്തിൽ പരലോകം തുറക്കപ്പെട്ടത്. ഹല്ലേലൂയ. 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 ആ പ്രസംഗം കഴിയുമ്പോൾ ഒത്തിരി ദശാംശമോ സ്തോത്ര വഴിപാടുകളോ അല്ല വീഴുന്നത്. அந்த பிரசங்கம் முடிந்தபோது காணிக்கையும் ദശമഭാഗം വന്നു വിളവില്ലേ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ നോക്കണമേ, പ്രസംഗം നടത്തുന്ന ദൈവപുരുഷനായിരിക്കുന്ന സ്തേഫാനോസിന്റെ പ്രസംഗം നടക്കുമ്പോൾ, അത് ദൈവ മനുഷ്യനായ സ്തേഫാൻ അങ്ങ് പ്രസംഗം പണിക്കൊണ്ടിരുന്നപ്പോൾ, നല്ല കല്ലുകൾ, കൂർത്ത കല്ലുകൾ വന്ന് ഇവന്റെ ശരീരത്തിനകത്ത് ആഞ്ഞു പതിക്കുകയാണ്. കല്ലുകൾ വന്ന് അവൻ ഉടമ്പിൽ വന്ന് ആഴமாக വേഗமாக വന്ന് പട്ട് പതിത്തു വീഴുகிறது. പ്രസംഗം അവസാനിച്ചു, സ്തേഫാനോസ് മരണപ്പെട്ടു പോയി. அந்த പ്രസംഗം முடிந்தபோது സ്തേഫാൻ മരണമടഞ്ഞു വിട്ടാൻ. ഞാൻ പ്രാർത്ഥന മുറിയിൽ ഞാൻ ചോദിച്ചു, കർത്താവേ, സ്തേഫാനോസ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കല്ലുകൾ വന്ന് ശരീരത്തിനകത്ത് ആഞ്ഞു പതിച്ചിട്ടും പ്രസംഗം നിർത്താത്തത്? ഞാൻ ജപനിൽ ആണ്ടവർ പാർത്ത് കേട്ട്, ആണ്ടവരെ, സ്തേഫാനുക്ക് മുൻപാകെ ഇവളവ് കല്ലാൽ അടിക്കപ്പെട്ട് വേദന വന്നപ്പോഴും അവൻ പ്രസംഗത്തെ നിർത്താമ ഇരിക്ക കാരണം എന്നെ എന്ന് വിചാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. പരിശുദ്ധ ആവിയാൻ എന്നോട് പേശ തുടങ്ങിന. സ്തേഫാനോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്തേഫാനോസ് വിളിച്ചു പറയും. സ്തേഫാനോസെ കുറിച്ച് കേട്ട അവൻ ചൊല്ലിയിരിപ്പാൻ ഇவ்விதமாக, ഹല്ലേലൂയ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗം பண்ணும்போது കല്ലുകൾ വന്ന് ആഞ്ഞു പതിക്കുന്നുണ്ട്. വേഗமாக കല്ലുകൾ വന്ന് എൻ മേലെ പടുகிறது. പക്ഷെ എനിക്ക് പ്രസംഗം നിർത്തുവാൻ കഴിയുന്നില്ല. പ്രസംഗത്തെ നിപ്പാട്ട എന്നാല മുടിയവില്ലേ. കാരണമെന്ന് പറയുന്നത്, കാരണം എന്നെ ചൊന്നാ, എന്റെ ശരീരത്തിനകത്ത് ആഞ്ഞു പതിക്കുന്ന കല്ലിന്റെ മുറിവിനെക്കാളും എൻ മേലെ പടുകിற കല്ലിൻ കായത്തെ വിட അധികமாக ഇരുപ്പത്, ആരുടെ ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്നെക്കാളും മുറിവ് പറ്റുവാനായിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ കാണുകയാണ്. വലതു പാരിശത്തിൽ എനക്കാக കായങ്ങൾ അടയുന്ന മഹിമയും നമ്പിക്കൻ ക്രിസ്തു ഇരുപ്പதை ഞാൻ കാണുகிறேன் എന്ന് சொல்லுங்க. ഹല്ലേലൂയ പറഞ്ഞാട്ടെ? ആമേൻ சொல்லலாம். ഇന്ന് ഞാൻ എന്റെയും നിങ്ങളുടെ ഈ പ്രസംഗത്തിനകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വെളിപ്പെടട്ടെ. ഇന്ന് നാം ചെയ്തു കൊടുക്കുമ്പോൾ എനക്കുള്ള ഉங்களுக்குள்ள മഹിമയും ക്രിസ്തു വെളിപ്പെട്ടു വര வேண்டும். ഹല്ലേലൂയ. നമ്മുടെ സ്വപ്നങ്ങളിൽ ക്രിസ്തു വെളിപ്പെട്ടു വരട്ടെ. നമ്മുടെ കനവുകളിൽ യേശു ക്രിസ്തു വെളിപ്പെട്ടു വര வேண்டும். ദൈവ മഹത്വത്തിൽ സഞ്ചരിക്കുന്നവരെ ഞാനും നിങ്ങളും മാറട്ടെ. ദൈവിക മഹിമയിലെ പ്രയാണം ചെയ്യുന്ന അനുഭവങ്ങളാൽ നാം നിങ്ങൾ മാറ வேண்டும். നോക്കണമേ, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിനെ വഹിച്ച സ്തേഫാനോസ് മരണപ്പെട്ടു പോയി. ആ മഹിമയും നമ്പിക്കൻ ക്രിസ്തുവെ അനുഭവിച്ച പ്രസംഗമാണ് സ്തേഫാൻ മരിച്ചു വിട്ടാൻ. 7-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഒറ്റുനോക്കി മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശുവിനെയും അവൻ കണ്ടു. ആ മഹിമയിൻ പ്രസന്നത്തെ ഉണർന്നവൻ பார்க்கிற போது பேசலோ, அவன் தேவனுடைய வலது பாகத்திலே காயங்கள் பட்டு அவன் மரித்து அடக்கம் உயிரோடு இருந்த மகிமையின் கிறிஸ்துவை அவன் தரிசிக்கிறான்.
இருக்கிறார். ഇവിടെ തേഫാനോസിന്റെ മരണത്തിന് ശേഷം തേഫാനോസിന്റെ വസ്ത്രമെടുത്ത് ആലിനെ നോക്കണമേ ബാലനായിരിക്കുന്ന ശൗലിന്റെ മക്കൾ കൊണ്ടു കൊടുക്കുകയാണ്. സ്തേവാൻ മരിച്ച പിൻപ് അവൻ വസ്ത്രത്തെ എടുത്തുകൊണ്ട് അത് സൗലിൻ കയ്യിലെ കൊണ്ട് കൊടുக்கிறார்கள். ഈ ദൈവസഭയോട് ഒരു ദൂത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത്. ഇന്ന ചൊല്ലി വരുന്നത് കാരണം இந்த திருசபைக்கு நேராக ஒரு தீர்க்கதரிசன வார்த்தையை கர்த்தர் கொடுக்க போகிறார். നോക്കണമേ 8-ാം അധ്യായത്തിനകത്ത് എഴുതി വെച്ചത് ഇങ്ങനെയാണ്. 8-ാം അധികാരത്തിൽ இப்படி எழுதப்பட்டிருக்கிறது. തേഫാനോസിനെ കൊന്നത് ശൗലിന് സമ്മതമായിരുന്നു. അവൻ സ്തേവാനെ കൊല ചെയ്തത് സൗലുക്ക് സമ്മതமாக இருந்தது. ആലുലെ ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് ശൗലിന് സമ്മതമായിരുന്നു. ദേവജനത്തെ ദേവ ഊഴിയർകളെ ഉപദ്രവം பண்ணுவது സൗലുക്ക് പ്രിയമുള്ള കാര്യமாக இருந்தது. ആ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം. அந்த பகுதியை படித்து பார்க்கும்போது புரிந்து கொள்ள முடியும். യെരുശലേമിനകത്ത് ശക്തമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ വേണ്ടി തുടങ്ങി. യെരുശലേമിലെ വല്ലമയാക ദൈവിക ക്രിയകൾ വെളിപ്പെട ആരംഭിച്ചു കൊണ്ടിരുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയമില്ലാത്ത സുവിശേഷത്തിന്റെ ശക്തമായ ദൈവപ്രവൃത്തികൾ. ഒന്നുകൂടെ ചൊന്നാൽ ഭയമില്ലാത്തபடிக்கு ധൈര്യமாக പ്രസംഗം സുവിശേഷം അറിയിക്കக்கூடிய നിലമയെ കുറിച്ച് பார்க்கிறோம். ആളുകൾ യെരുശലേമിൽ തുടങ്ങിയിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യേകത ദമസ്കോസിലേക്ക് ആഞ്ഞടിച്ചു കയറി. യെരുശലേമിൽ ആരംഭിക്കപ്പെട്ട സുവിശേഷം വല്ലമയാണത് ദമസ്കോസ് വരെയും അത് വല്ലമയാക ചെയ്യപ്പെട്ടത്. ദമസ്കോസിലെ ദൈവപ്രവൃത്തികൾ കണ്ടിട്ട് ശൗൽ തീരുമാനമെടുത്തു. ദമസ്കോസിലെ ദേവൻ ചെയ്ത അത്ഭുത ക്രിയകളെ பார்த்தபோது സൗൽ ഒരു തീരുമാനം എടുക്കുകയാണ്. ദമസ്കോസിലെ സുവിശേഷ പ്രവർത്തനം അവസാനിപ്പിക്കണം. ദമസ്കോസിലെ സുവിശേഷത്തെ നാം നിപ്പാട്ടപ്പെട്ട് മുടിവുക്ക് കൊണ്ടുവര வேண்டும் എന്ന് ദൈവദാസനെ ദൈവസഭയുടെ അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ ഇതിന് വിരോധമായി ശത്രുക്കൾ പലതായി എഴുന്നേറ്റതാണ്. ബോധകരെ നീണ്ട ആലയത്തെ കെട്ടുവதற்கு അടിക്കൽ പോടുമ്പോൾ വല്ലമയാണ് എതിർപ്പുകളെ ശത്രുവാൻ കൊണ്ടുവന്നാൽ എന്നാൽ ഹാലലി ഇതിനെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഹാലലി ക്രിസ്തുവാകുന്ന ഫൗണ്ടേഷൻ ദൈവസഭയ്ക്കകത്ത് ഇട്ടെങ്കിൽ അത് ഉണ്ണിയോ ദർശനത്തെ അടിക്ക വിടാതെപടിക്ക് ദൈവിക വല്ലമயின் മഹിമ இந்த இடத்துல ഇറങ്ങി വന്നതിനാൽ ഉന്നെ തൊട முடியாது കർത്താവിനെ വഴിനടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ എന്റെ സഭയെ പണിയും. ആവിയാന ചൊല്ലുക ഞാൻ എൻ സഭയെ കട്ടുവേ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മ പ്രവചിക്കാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ദേവ ആവിയാന തീർക്കദർശനം ചൊല്ലുகிறார். അതിലെ ചില രജിസ്ട്രേഷനുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വേഗത്തിൽ ചെയ്യാൻ പോകുന്നു. ചില രജിസ്ട്രേഷൻ സീക്രமாக செய்யக்கூடிய വഴികളെ കർത്താവ് തുറന്നിട്ട് പോകുന്നു. ഹല്ലേലൂയ. ലീറാ ബാബാ ശേഗദനാന കടക ശന്ദനാന ബൗഡരി കർത്തനാന. ഹാലലി അബ്രഹാമിനോട് പറയുന്നു കാണാനിരിക്കുന്ന ദേശത്തേക്ക് നീ കാല് വെക്കണം. അബ്രഹാമിനെ കുറിച്ച് ചൊല്ലാ നീ കാണപ്പോകുന്ന ദേശത്തെ നോക്കി നീ കാൽ വെക്ക വേണ്ടും. ദൈവത്തിന്റെ നിയോഗത്തോട് ഞാൻ പറയാം ഈ ദിവസങ്ങളിൽ ഈ ദേശം ചുറ്റി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. இந்த നാൾകളിൽ നീ ഈ ദേശത്തെ സുത്തി ജപിക്ക വേണ്ടും. ഈ ദേശത്തെ ഞാൻ നിനക്ക് അവകാശമാക്കി തരാൻ പോകുകയാണ്. സുന്ദരമായി കൊടുക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരാൻ വേണ്ടി പോകുകയാണ്. കർത്തരുടെ ക്രിയകൾ വെളിപ്പെട്ടു വരുന്നത് നീ കാണാൻ പോകുകയാണ്. ഞാൻ എന്റെ ദൂതിലേക്ക് ഞാൻ വരാൻ പോകുകയാണ്. ഞാൻ ആലോചനക്കുള്ള വരാൻ പോകുകയാണ്. നോക്കണമേ ദമസ്കോസിലേക്ക് യാത്ര പുറപ്പെടണമെങ്കിൽ യെരുശലേമിലുള്ള മഹാപുരോഹിതന്മാരുടെ പക്കൽ നിന്നും മൂപ്പന്മാരിൽ നിന്നും അധികാരപത്രം വാങ്ങണം. ദമസ്കോസ്ക്ക് പോക വേണ്ടുമാണ യെരുശലേമിലിருந்து ആമേ അധികാരത്തെയും அந்த അനുമതിയും പെറ്റുകൊണ്ട് പോക വേണ്ടും. ആളുകളെ എങ്ങനെയാ സുവിശേഷം അവസാനിപ്പിക്കണം? എപ്പോഴാവുന്ന സുവിശേഷത്തെ മുടിവുക്ക് കൊണ്ടുവര വേണ്ടും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ ദൈവപ്രവർത്തിക്ക് വിരോധമായി ശൗൽ എഴുന്നേറ്റപ്പോൾ ദേവന്റെ ഊഴിയത്തിക്ക് വിരോധமாக സൗൽ എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ ദമസ്കോസിന്റെ യാത്രയ്ക്കകത്ത് ദൈവിക ദർശനം വെളിപ്പെടുകയാണ്. ദമസ്കോസിൻ പ്രയാണത്തിന്റെ നടുവിൽ കർത്തർ ദർശനമായി വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ ദമസ്കോസിന്റെ വഴിയരികിൽ വെച്ചിട്ട് കർത്താവ് തന്നെ ഹല്ലേലൂയ ശൗലിനെ സന്ദർശിക്കുകയാണ്. ആമേൻ. ദമസ്കോസ് ആലയത്തിക്ക് മുൻപാകെ വരുമ്പോൾ സൗലെ ആവിയാന ദേവൻ സന്ധിക്കുകയാണ്. അവിടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നു ദേവ വാർത്ത ഈ വിധமாக சொல்லுகிறது. ഹല്ലേലൂയ കർത്താവ് വിളിച്ചു ശൗലേ ശൗലേ സൗലേ സൗലേ എന്ന് ആണ്ടവർ കൂപ്പിടുகிறார். ഈ വിളിയുടെ മുമ്പിൽ റിട്ടേൺ ഒരു ചോദ്യം. அந்த கூப்பிடு அந்த அழைப்புக்கு பின்பாக ஒரு கேள்வி கேட்கிறார். കർത്താവേ നീ ആരാകുന്നു? ஆண்டவரே நீர் யார் என்று கேட்கிறார். കർത്താവേ നീ ആരാകുന്നു? ஆண்டவரே நீர் யார் என்று கேட்கிறார். ഇന്നത്തെ സീസൺ ആണെങ്കിൽ இந்த സീസൺ இருக்குமானா സ്വന്തമായിട്ട് ലേബലുകൾ ഉണ്ടാക്കുന്ന സീസൺ ആണ്. சொந்தமாக சில ലേബലുകൾ ഉണ്ടാക്കുന്ന സീസൺ ആണ്. ചില സ്റ്റിക്കർ എല്ലാം പോടുന്ന കാലം ഇത്. സ്റ്റിക്കർ അല്ല, സ്വന്തമായിട്ട് ലേബൽ. ഇപ്പൊ പാസ്റ്ററിന്റെ മീറ്റിംഗിന് വിളിക്കുകയാണ്. പാസ്റ്റർ മീറ്റിംഗ് കൂപ്പിടുതാரு. ഹല്ലേലൂയ പാസ്റ്ററെ പോസ്റ്റ് അടിക്കുന്നുണ്ടോ? நீங்க போஸ்ட் போடுறீங்களா? ഹല്ലേലൂയ പോസ്റ്റ് അടിക്കുന്നുണ്ട്. போஸ்ட் அடிக்கிறேன். പാസ്റ്റർ എന്റെ പേരിന്റെ കൂടെ என் பேருக்கு முன்னாடி അല്ല പ്രൊഫറ്റിക് പ്രശാന്ത് എന്ന് വെക്കണം. അല്ല തീർക്കദർശി എന്ന് ചേർത്തുകൊള്ള വേണ്ടും. ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ പറയും പാസ്റ്റർ റിവൈവലിസ്റ്റ് പ്രശാന്ത് എന്ന് വെക്കണം. ഇല്ല വിടുതൽ സുഖമളിക്കും ഊഴിയറിഞ്ഞ് ഇച്ചിരി പോട വേണ്ടും. ഹല്ലേലൂയ ഒന്നുമില്ലെങ്കിൽ ഡോക്ടറേറ്റ് റവറന്റ് ഒക്കെ വെച്ചാൽ ഞാൻ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ஏதாவது ஒன்றை நீங்க போட்டு சேர்த்துக்கொள்ள வேண்டும் என்று சொல்லலாம். ഇവിടെ കർത്താവിനോട് ശൗൽ ചോദിക്കുക. இங்க ஆண்டவரை பார்த்து சவுல் கேட்கிறார். ഹല്ലേലൂയ കർത്താവ് നീ ആരാകുന്നു? ஆண்டவரே நீர் யார் என்று கேட்கிறார். എന്റെ കർത്താവിന് ഒരുപക്ഷെ പറയാമായിരുന്നു என் தேவனுக்கு ஒருவேளை அதை பதில் சொல்லி இருக்கலாம். ഈ ആകാശത്തെ ഭൂമിയിലെ
സകല ചരാചരങ്ങളെയും ആകാശത്തിലെ ഗാലക്സികളും വാരി വിതറി മനുഷ്യനെ നിലത്തിലെ പൊടി കൊണ്ടുണ്ടാക്കി ജീവശ്വാസമൂതിയ കർത്താവ് യേശു ആകുന്നു ഞാൻ. അതുകൊണ്ട് വാനത്തെ ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യനെയും ഗാലക്സികളെ എല്ലാം അത് മറ്റും മനുഷ്യനെ നിലത്തിൽ മണ്ണിനാലെ ഉരുവാക്കപ്പെട്ട ആണ്ടവർ വേണം சொல்லியிருக்கலாம். അങ്ങനെയാണോ പറഞ്ഞേ? அப்படி ஆண்டவர் சொன்னா? അങ്ങനെയല്ല പറഞ്ഞത്. அப்படி சொல்லவில்லை. പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസിന്റെ ഭവനത്തിനകത്ത് മകൾ മരണപ്പെട്ടു പോയി മരിച്ച മകളെ ഉയർപ്പിച്ച ക്രിസ്തുവാകുന്നു ഞാൻ. ആലയത്തലവനുடைய യാവീരുടെ മകൾ മരിച്ചു പോയപ്പോൾ அந்த മകളെ நான் உயிரோடு எழுப்பின கர்த்தர் என்று சொல்லவில்லை. അങ്ങനെയാണോ പറഞ്ഞത്? அப்படி சொன்னாரா? അല്ലേ അല്ല. அப்படி சொல்லவில்லை. നയൻ എന്ന പട്ടണത്തിനകത്ത് വിധവയുടെ മകൻ മരിച്ചുപോയി മഞ്ചം ചുമക്കുന്നവരുടെ മുമ്പിൽ പോയി നിന്ന് മഞ്ചം നിലത്ത് വെക്ക്, ഹാലിലെ നിലത്ത് വെച്ച് മഞ്ചത്തിൽ കിടന്ന് മരിച്ചവനെ ഉയർപ്പിച്ച ക്രിസ്തുവാകുന്നു ഞാൻ എന്നാണോ പരിചയപ്പെടുത്തിയത്? നായിൻ പട്ടണത്തിൽ പോയി വിധവயின் മകൻ മരിച്ചു വിട്ടാൽ പാടയെ തൊട്ട് ഉയരോടെ എളുപ്പിന് അവർതാൻ എന്ന് சொன்னாரா? இல்லை, சொல்லவில்லை. അങ്ങനെ ഒന്നല്ല പറയാനുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നിരവധി അനവധി ഉണ്ട് ശൗലേ. ആണ്ടവരാக தேவனுக்கு சொல்லக்கூடிய அற்புதங்கள் அடையாளங்கள் அதிகமாக இருக்கிறது சவுலே. പക്ഷേ ശൗലിന്റെ ചോദ്യത്തിന് സിമ്പിൾ ആയിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഒരു മറുപടി പറഞ്ഞത്. ആനാ സൗൽ കേട്ട കേൾവിക്ക് സാധാരണമായ ഒരു ബദലി ആണ്ടവരാக தேவൻ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ നീ ആരാകുന്നു? ആണ്ടവരേ നീ ആരെന്ന് കേൾക്കறாய்? എന്നെ യേശു പറഞ്ഞു. യേശു சொல்கிறார், നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ. നീ തുன்பപ്പെടുത്തുന്ന ക്രിസ്തു ഞാൻ എന്ന് சொல்கிறார். യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. എത്ര പേർ ആമേൻ പറയും? എത്ര പേർ ആമേൻ சொல்லுவீங்க? സ്വന്തമായിട്ട് ലേബലുകൾ ഉണ്ടാക്കുന്ന ചിലരെ ദൈവം താഴെ ഇറക്കാൻ പോകുകയാണ്. സ്വന്തമായ പദവി പട്ടമുള്ളവരെ ദൈവം കീഴെ കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവം ഹാലിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുന്ന നീതിയോടെ വിശ്വസ്തോടെ നിൽക്കുന്ന അഭിഷക്തന്മാരുടെ സീസൺ സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. സമുദ്ര പരിശുദ്ധത്തോട് ഭക്തിയോട് ഉപവാസത്തോട് ജപത്തോട് പരിശുദ്ധർക്ക് മുൻപാകെ കർത്തർ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന കരങ്ങളെ ചേർത്ത് അടിച്ച ദൈവത്തെ സ്തുതിച്ചാണ്. കരങ്ങളെ തട്ടി ദൈവത്തെ മഹിമപ്പെടുത്തുക. ഈ പ്രാർത്ഥിക്കുന്ന ആരുടെയൊക്കെ എഴുന്നേൽപ്പിന്റെ രാത്രിയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പ്രവചിക്കുകയാണ്. ജപത്തോട് ആരാധനയോട് ഇരിക്കുന്ന ഒവ്വൊരു വാക്കും എളുപ്പത്തിൽ ഇരവാകെ കർത്തർ മാറ്റുവാൻ എന്നതേ ആലോചനയാക சொல்கிறார். ഹാലലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു എഴുന്നേൽപ്പ് സ്വർഗ്ഗം ഇന്ന് രാത്രികാലം കൈമാറുകയാണ്. ജപത്തിൽ നിന്ന് നിങ്ങൾ ഒരു എളുപ്പുന്ന ഒരു എളുപ്പുതൽ കർത്തർ ഉരുവാക്കാൻ പോകുകയാണ്. നോക്കണമേ, കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഹാലലൂയ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ. യേശു சொல்கிறார், നീ തുன்பപ്പെടുത്തുന്ന ക്രിസ്തു ഞാൻ എന്ന് சொல்கிறார். ആ നിമിഷം തന്നെ ഹാലലൂയ പൗലോസ് നിലത്ത് വീണു, രണ്ട് കണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയി. அந்த நிமிடமே அவருக்கு சவுல் கீழே விழுந்தா இரண்டு கண்ணுடைய பார்வையும் அற்று போய்விட்டது. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം சொல்லுங்க. അടുത്തത് ഹാലലൂയ വെളിപ്പെടുന്നത് എവിടെയാണെന്ന് അറിയുമോ? നേർവീഥി എന്ന് പറയുന്ന സ്ഥലത്ത് യൂദയുടെ ഭവനത്തിനകത്ത് ശൗൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ വെളിപ്പെടുന്നത് നേരെന്ന് சொல்ற പകുതിയിലെ പ്രൈസലോ അവൻ ജപിച്ചു കൊണ്ടിരിക്കുന്ന പോത് കർത്താവ് വെളിപ്പെടുகிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇവന്റെ അകത്തളങ്ങൾ വെളിപ്പെട്ട ഒരു വെളിപ്പാടുണ്ടായിരുന്നു. അവൻ കണ്ണിൻ പാർവി അറ്റുപോനാലോ അവൻ ഉള്ളത്തിൽ വെളിപ്പെട്ട് വന്ന ഒരു വെളിപ്പാട് ഇരുന്നത്. അടുത്ത ദൈവം എഴുന്നേൽപ്പിക്കുന്നത് അനന്യാസ് എന്ന് പറയുന്ന ഒരു പുരുഷനെയാണ്. മറുപടി അനന്യ എന്ന പുരുഷനെ കർത്തർ എഴുപ്പുகிறார். അനന്യാസെ നേർവീഥി എന്ന് പറയുന്ന സ്ഥലത്ത് യൂദയുടെ ഭവനത്തിനകത്ത് ശൗൽ എന്ന് പറയുന്ന ഒരു പുരുഷനുണ്ട്. നീ ചെല്ലണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവനെ പാർത്ത് പറഞ്ഞ നേർവീതിയിലെ സൗൽ എന്ന ഒരുവൻ ജപിച്ചു കൊണ്ടിരിക്കുന്ന നീ അവനിടത്തിൽ പോക വേണം എന്ന് അറിമുഖപ്പെടുത്തുகிறார். അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, അവനുക്കാக നീ ജപം பண்ணு. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇதை சொல்லிக்கொண்டே இருக்கிற வேளையிலே അനന്യാസ് പറഞ്ഞു, കർത്താവേ ഒന്ന് നിർത്തിയേ. അനന്യാസ് சொல்றார், ആണ്ടവരെ கொஞ்சம் நிப்பாட்டும். അങ്ങ് പറഞ്ഞു വരുന്ന ഈ ശൗല് ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാനുള്ള അധികാരപത്രം വാങ്ങിച്ചവനാണോ? നീ ചൊല്ലപ്പെട്ട സൗലാനവൻ അവൻ ക്രിസ്തുവിനെ അടിക്കുമ്പടിയാക അധികാരത്തെ വാങ്ങിക്കൊണ്ട് വന്നവൻ കർത്താവ് ആണോ എന്ന് ചോദിക്കുക. அப்படியா என்று கேட்கிறார். ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു അവൻ തന്നെയാണ്. ஆண்டவர் சொல்றாரு, அவன்கிட்ட தான் நீ போக வேண்டும் என்று ஆண்டவர் சொல்கிறார். ഉടൻ തന്നെ അനന്യാസ് പറഞ്ഞു, കർത്താവ് എന്നെ കൊണ്ട് കഴിയത്തില്ല. അനന്യാസ് சொல்கிறார், ஆண்டவரே அவன்கிட்ட போக என்னால முடியாது என்று சொல்கிறார். കാരണം എന്താണ്? കാരണം என்ன? അവൻ സഭകൾ കയറിയിറങ്ങി സ്ത്രീകളെയും പുരുഷന്മാരെ കുഞ്ഞുകുട്ടികളില്ലാതെ പീഡിപ്പിക്കുന്നവനാണ്, ഉപദ്രവിക്കുന്നവനാണ്. അവൻ ആലയങ്ങൾ തോറും ഏറിയിറങ്ങി സ്ത്രീകളെയും പെൺകളെയും ഉപദ്രവപ്പെടുത്തുന്നവൻ തുன்பപ്പെടുത്തുന്നവനാக കാണപ്പെടുகிறார். അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ ഉപദ്രവിക്കും. അവനുക്കാக ജെപിത്താച്ചു അവൻ എന്നെ തുன்பப்படுத்துவாൻ. ഹല്ലേലൂയ. കർത്താവ് അനന്യാസ് പറഞ്ഞു, കർത്താവ് എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നാല മുടിയാതെ എന്ന് சொல்கிறார். ദൈവം ശാസിക്കാൻ തുടങ്ങി. ആണ്ടവനെ കടിത്തുകൊണ്ടാ. ഹല്ലേലൂയ. അനന്യാസേ നിർത്ത്. അനന്യാസേ നിപ്പാട്. ആര് ശൗൽ ആരാണെന്ന് നിനക്കറിയാമോ? സൗൽ യാരെന്ന് നിനക്ക് தெரியுமா? സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷത്തിற்காக സകല ജാതികൾക്ക് മീതെയും, സകല ജാതികൾക്ക് മീതെ, സകല രാജാക്കന്മാർക്ക് മീതെയും, സകല രാജാക്കൾക്ക് മീതെ സുവിശേഷത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ് ശൗൽ. സുവിശേഷത്തെ അറിയിക്കപ്പെടുക തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രமாக സൗൽ കാണപ്പെടുക. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ சொல்லலாம். ദൈവസഭയോടുള്ള എന്റെ ദൂത് ഇതാണ്. ദൈവസഭയോട് ഞാൻ சொல்லக்கூடிய தீர்க்கதரிசனம் இதாக இருக்கிறது. ഹല്ലേലൂയ. സഭകളെ ഉപദ്രവിക്കുന്ന
ശൗലുമാർ, സഭകളെ തുன்பപ്പെടുത്തിയ ചില സൗൽമാർ, ഹല്ലേലൂയ, സ്ത്രീകളെയും പുരുഷന്മാരെ കുഞ്ഞുകുട്ടികളില്ലാതെ പീഡിപ്പിക്കുന്ന ശൗലുമാർ, സ്ത്രീകളെയും പെൺകളെയും സിറു കുളന്തകളെയും തുன்பപ്പെടുത്തുന്ന സൗലുകൾ. നമ്മൾ പാടാറുണ്ട്, ഒരു പൗലോസാ ഞാൻ മാറട്ടെ, ഇങ്ങനെ നമ്മൾ പാടാറുണ്ട്. ഒരു സൗലാக நான் மாற வேண்டும், ஒரு பேதுருவாக மாற வேண்டும் പാട്ട് പാടുമ്പോൾ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയുന്നു, ആവിയിലിருந்து சொல்கிறேன், സഭകളെ മുടിക്കുന്ന, സഭകളെ അടിக்கிறதானே, സഭകളെ പീഡിപ്പിക്കുന്ന, സഭകളെ തുன்பப்படுத்துகிற, സഭയുടെ ഉന്മൂലനാശം കാണണമെന്ന് ആഗ്രഹിക്കുന്ന, സഭയുടെ വളർച്ചയെ പാർക്ക വിരുമ്പാதவர்கள், ഈ ദേശത്തിലെ ചില ശൗലുമാരെ, ദേശത്തിലെ ചില സൗലുകൾ, ഹല്ലേലൂയ, പുറത്തു കൊണ്ടുവരുവാൻ ഈ സഭയ്ക്കകത്ത് നിന്നും, ഹല്ലേലൂയ, അനന്യാസിന്റെ മേൽ വെളിപ്പെട്ട ചില ദൈവിക നിയോഗത്തിന്റെ അഭിഷേകത്തെ സ്വർഗ്ഗം കൈമാറാൻ പോകുകയാണ്. இந்த ஆலயத்துக்குள்ளாக அநேயாவுக்கு வெளிப்பட்ட சில அபிஷேகத்தின் நிமித்தமாக சில சவுல்களை தேவன் ஆலயத்துக்குள்ளாக கொண்டு வர போகிறார். ஆமென், ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കറക്റ്റായിരുന്നു, ട്രാൻസ്ലേഷൻ കറക്റ്റായിരുന്നു. ഹല്ലേലൂയ. ദേശത്തെ ഭരിക്കുന്ന ചില ശൗലുമാരെ അറസ്റ്റ് ചെയ്യുവാൻ ഇതിനകത്ത് നിന്നും ചില അനന്യാസുമാരുടെ എഴുന്നേൽപ്പ് സ്വർഗം വയ്ക്കാൻ പോകുകയാണ്. ദേശത്തെ ആളുകൾ செய்கிற சில சவுல்களை ஆமென் பிரச்சனை அவங்க ஆலயத்துக்குள்ள இழுத்து அரெஸ்ட் பண்ணி கொண்டு வரும்படியாக சில அனனியாசுகளை சபையில தேவன் எழுப்ப போகிறார். എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ അത് ഇന്ന് വിശ്വസിക്കുന്നു? രാത്രികാലം അങ്ങനെ ഒരു കൈമാറ്റ തലമുറകളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. அப்படிப்பட்ட അഭിഷേകത്തെ തലമുറക്കുള്ള ദേവൻ കൈമാറ്റം ചെയ്യുകയാണ്. Are you ready? ഇന്ന് രാത്രികാലം ഈ പ്രവചന ശബ്ദം കേൾക്കുന്ന തലമുറ എന്റെ കൂടെ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. இந்த தீர்க்கதரிசனம் கேட்கிற போது என்னோடு சேர்ந்து ஏற்றுக்கொண்டு கடந்து வருவீர்கள். ഇതിനകത്തുള്ള ജനറേഷൻ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. இந்த தலைமுறை என்னோடு சேர்ந்து ஆமென் சொல்லுங்கள். ദേശത്തെ ഭരിക്കുന്ന, இந்த தேசத்தை ஆளுகை செய்கிற, ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന, தேவ சபைகளுக்கு எதிராக நிற்கிற, ഈ ദൈവസഭയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ശൗലുമാരെ, இந்த தேவ சபையை அழிக்க வேண்டும் என்று எழும்புகிற ചില സൗലുകളെ അറസ്റ്റ് ചെയ്യുവാൻ ചില അനന്യാസുമാർ ഇതിനകത്തുനിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അറസ്റ്റ് பண்ணக்கூடிய ചില അനന്യാസുകളെ ആരിലേക്ക് ദൈവിക നിയോഗത്തെ ഇടുകയാണ്. ദൈവിക നടത്തിപ്പ് യേശുവിന്റെ നാമത്തിൽ സ്വർഗം വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ദൈവസഭയുടെ തകർച്ച കാണണമെന്ന് വെല്ലുവിളിക്കുന്ന വ്യാപാരങ്ങളെ ഇന്ന് രാത്രികാലം ഈ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം വെട്ടുന്ന രാത്രിയാണ്. தேவனுடைய ஊழியத்தின் ஆலயத்தை அழிக்க வேண்டும் என்று விரும்புகிறேன். அந்த சத்துருக்கு முன்பாக ஆண்டவராக தேவன் வெச்சலோ அந்த சத்துருக்களை சந்திக்க போகிறார். ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, தீர்க்கதரிசனம் சொல்கிறார். ഹല്ലേലൂയ, നമ്മൾ പറയുന്ന വചനം, നാം சொல்லுகிற വചനങ്ങൾ, നമ്മൾ പറയുന്ന വചനം, നാം சொல்லுகிற വചനങ്ങൾ, നമ്മൾ പറയുന്ന വചനം, നമ്മൾ சொல்லுகிற വാർത്തകൾ, യെസ് ഹല്ലേലൂയ, അത് വാളുകളായി മാറാൻ പോകുകയാണ്. അത് വഴിയ വാസലാக മാറ പോകുന്നത്, വാളുകളായി മാറാൻ പോകുകയാണ്. പട്ടയமாக മാറ പോകുന്നത്. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ അകത്ത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഹല്ലേലൂയ, അത് ഭയങ്കര തടസ്സമാണ്. ഹല്ലേലൂയ. கொஞ்சம் கரெக்ட் பண்ணி கொடுத்துருங்க. ദൈവത്തിന്റെ നിയോഗത്തോടെ ഞാൻ പറയാ, കർത്തരുடைய നടത്തിപ്പിൻ നിമിത്തമായി ഞാൻ சொல்கிறேன். ഇന്ന് രാത്രികാലം ദൂതന്മാർ ഇതിനകത്ത് ചലിക്കാൻ പോകുകയാണ്. ദേവദൂതர்கள் இதுக்குள்ளாக அசைவாட போகிறார்கள். ഇതിനകത്ത് ഈ ദേശത്ത് ദൂതന്മാർ ചലിക്കാൻ പോകുകയാണ്. ദേശത്തിൽ ദേവദൂതர்கள் അസൈവാട പോകുகிறார்கள். എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിக்கிறீர்கள்? ദൂതന്മാർ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ദൈവിക നിയോഗം കാത്തുകൊണ്ട് ചില ദൂതന്മാർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഉங்கள் മേൽ വെളിപ്പെട പോകുന്ന ദർശനത്തെ കാത്തുകൊണ്ട് ചില ദൂതர்கள் വെളിപ്പെട പോകുகிறார்கள். നമുക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതന്മാർ ഇവിടെ വെയിറ്റിംഗിലാണ്. നമുക്കാக ഇറങ്ങി വരുന്ന ചില ദൂതர்கள் കാത്തുകൊണ്ടിരിக்கிறார்கள். ഹല്ലേലൂയ, ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നീ പ്രാർത്ഥിച്ചില്ല എങ്കിൽ, ഇന്ന് നീ ജപിക്കാവിട്ടാൽ, ഹല്ലേലൂയ, നീ ഇന്ന് മൗനമായി ഇരിക്കുകയാണെങ്കിൽ, നീ ഇന്ന് മൗനമായി ഇരുപ്പായി എന്നാൽ നിന്റെ ദൂതന് ഒരു പണിയുമില്ല. ഉനക്കാக അനുപ്പപ്പെട്ട ദൂതനുക്ക് ഒരു വേലയും ഇരിക്കാതെ, ഒരു വേലയും കേൾക്കാതെ, ഒരു വേലയും ഇരിക്കാതെ. പക്ഷെ നീ പറയാൻ തുടങ്ങട്ടെ, നീ சொல்ல ആരംഭിക്ക வேண்டும், നീ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ജപിക്ക ആരംഭിക്ക வேண்டும். വായിൽ നിന്ന് വരുന്ന തിരുവെഴുത്തുകൾ, ഉൻ വായിൽ നിന്ന് വരുന്ന തിരുവചനത്തിൻ നിന്റെ നാവിൽ നിന്ന് വരുന്ന വചനങ്ങൾ, ഉൻ നാവിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന വചനങ്ങൾ, അത് ദൂതന്മാരുടെ കയ്യിൽ ഒരു വാളായി മാറാൻ പോകുകയാണ്. ദൂതന്റെ കയ്യിൽ അത് പട്ടയമായി മാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന് ശക്തമായി പ്രാർത്ഥിച്ചു. സഭ ജപിക്ക വേണ്ടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വീണ്ടും ഒരു പ്രവചന ശബ്ദം കാണിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. 1000
1960 ഹല്ലേലൂയ, ഒരു ദൈവ മനുഷ്യനായിരിക്കുന്ന ലോറിൻ കണ്ണിഹാമിന് ഒരു വെളിപ്പാട് കിട്ടി. ഒരു വെളിപ്പാടെ കർത്താവ് കൊടുത്ത അദ്ദേഹത്തിന്റെ റെവലേഷൻ എന്ന് പറയുന്നത് അവർ ചെന്ന ദീർഘദർശനം ഒരു തിരമാല ആഞ്ഞടിച്ചു കയറി വരുന്നു. ഒരു കടൽ അലകൾ വേഗமாக വന്നു മോതുവதை പോലെ അതെല്ലാം അനേക യൗവനക്കാരായി മാറുന്നത് പോലെ, അത് അനേക വാലിബറാக മാറുവதை പോലെ, അങ്ങനെ ഒരു ദൈവിക ദർശനത്തിന്റെ വിളി നിന്റെ മേലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം പ്രവചിക്കാം. அப்படிப்பட்ட ஒரு அழைப்பு தெரிந்து மேலே இருப்பதை ஆவியான தேவன் வெளிப்பாடாக சொல்கிறார். ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ ഭക്തന്റെ മേൽ വെളിപ്പെട്ട ദൈവിക വെളിപ്പാടിന്റെ നിയോഗത്തിനകത്ത് ദൈവം ഒരു പുതപ്പ് ധരിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് പോലെ ഒരു വെളിപ്പാട് ദൈവം എന്റെ മേൽ കാണിക്കുന്നു. പരിശുദ്ധവാനുക്കുള്ള കൊടുക്കപ്പെട്ടത് വെളിപ്പാടുക്ക് മുൻപാകെ ഒരു പോർവയെ പോർത്തി നിപ്പാട്ടുന്ന ഒരു ദർശനത്തെ കർത്താവ് കാണിപ്പിക്കുന്നു. ഇത് കറക്റ്റാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിങ്ങളുടെ ജനനത്തിനകത്ത് തന്നെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം കണ്ടതാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ആയിരിക്കുമ്പോ തന്നെ ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. മാർച്ച് 1-ാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റ് എന്നെ കാണിക്കുകയാണ്. മാർച്ച് 1-ാം തീയതിയെ കർത്താവ് കാണിക്കുകയാണ്. ഹല്ലേലൂയ. അസാധാരണമാകുന്ന ഒരു ദൈവിക നിയോഗത്തിനകത്ത് കയറാൻ പോകുകയാണ്. അസാധാരണമായ ദൈവിക നടത്തിപ്പുകളെ ദൈവദാസന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളിലൂടെ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. കൂട്ടത്തെ കർത്താവ് ഉരുവാക്കാൻ പോകുന്നു. ഒരു ദൈവിക അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രിക്കാലം നടക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്തിനാ ഞാൻ ചില മതിലുകൾ ചാടിക്കടക്കും. ദൈവദാസനെ നിങ്ങളുടെ മുമ്പിലുള്ള ചില മതിലുകൾ ദൈവം പൊളിക്കാൻ പോകുകയാണ്. ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഈ സൈഡിലുള്ള ഒരു മതിൽ ദൈവം പൊളിക്കുക. ഈ സൈഡിലെ ഒരു മതിൽ പൊളിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഈ വശം തുടങ്ങി അങ്ങേ അറ്റം വരെ അളക്കുന്നത് പോലെ, ഒരു ഗ്രൗണ്ടായി മാറുന്നത് പോലെ ഒരു ദൈവ പ്രവൃത്തി ദൈവത്തിന്റെ ആത്മാ ചെയ്യാൻ പോകുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. മറുപടി ഉറക്കെ ചൊല്ലുகிறார். ഇവിടെ സൺഡേ വർഷിപ്പ് മാത്രമല്ല, ഞായറാഴ്ചകളും ആരാധന മറ്റുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ഇതിനകത്ത് ട്രെയിനിങ് സ്കൂൾ സ്റ്റാർട്ടാവും. ട്രെയിനിങ് സ്കൂൾ ആരംഭിക്കപ്പെടും. ആമേൻ. വലിയൊരു ഫ്ലോട്ടായിട്ട് ഈ ദേശത്ത് മാനിക്കാൻ പോകുകയാണ്. பெரிய ஃப்ளாட்டாக உங்களை கனப்படுத்த போகிற இந்த பகுதியிலே ஹalleluya ആലിന് മതിലുകൾ പൊളിയും. ചില മതിലുകൾ അത് ഉടയ്ക്കപ്പെടും, ഇടിക്കപ്പെടും. കര ഇങ്ങോട്ട് നീട്ടിക്കോ, കര നീട്ടിക്കോ, കൈയെല്ലാം அந்த பக்கம் நீட்டிக்கோங்க. ഇതൊരു പ്രൊഫറ്റിക് ആക്ഷൻ ആണ്. ഇതൊരു ദീർഘദർശനമുള്ള ഒരു ആമേൻ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഒരു മതിൽ പൊളിച്ച്, ദേവ ആവിയാൽ ഇങ്ങുള്ള മതിൽ ഉടയ്ത്ത് അങ്ങാറ്റ ഒരു മതിൽ പണിയും. அந்த லாஸ்ட்ல ஒரு மதிலை கட்ட போகிறார். ஆமென். ആമേൻ. ഹല്ലേലൂയ. ആഹാ ദൈവത്തിന്റെ
പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ தேவனுடைய கிரியை வெளிப்பட்டு வரும்போது ഹല്ലേലൂയ ஹalleluya നിങ്ങളിലൂടെയും ദൈവം പണിയാൻ തുടങ്ങും. உங்களுக்குள்ளாகவும் சில கிரியைகளை கர்த்தர் செய்ய ஆரம்பிப்பார். നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ദൂതന്മാരെ, தூதர்களை பாரு, தூதர்களே നിങ്ങളുടെ റെസ്റ്റ് അവസാനിച്ചു. உங்களை அரெஸ்ட் பண்ணதெல்லாம் முடிஞ்சிச்சு. നിങ്ങളുടെ റെസ്റ്റ് അവസാനിച്ചു. உங்க അറസ്റ്റ് முடிஞ்சது. ഹല്ലേലൂയ. ഇനി നിങ്ങൾക്ക് ജോലിയാ. ഇനി உங்க வேலைதான். നിങ്ങളുടെ ദൂതന്മാരല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. தூதனுக்கு நீங்க வேலை கொடுக்கணும். அவங்க சும்மா கையை கட்டி நிக்க கூடாது. உங்களுக்காக வேலை செய்ய தூதனை கர்த்தர் அனுப்பி இருக்கிறார். കാരണം എന്താണ്? காரணம் என்ன? നിങ്ങളുടെ വായിന്ന് വചനം വരുന്നില്ല. உங்க வாயிலிருந்து வார்த்தை வராம இருப்பதனால அப்படி இருக்கிறாங்க. ആത്മാവിൽ പറയാൻ തുടങ്ങ്. ஆவியான சொல்ல தொடங்குவா. ആത്മാവിൽ പറയാൻ തുടങ്ങ്. ஆவியின் நிறைந்து சொல்லணும். നിങ്ങൾ പറയുന്ന വചനം, நீ ஆவியின் நிறைந்து சொல்லுகிற வார்த்தை ദൂതന്റെ കയ്യിലെ വാൾ, அது தூதன் கையில பட்டயமாக மாறும். ஹalleluya ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തിന് ഏഞ്ചലിക് വിസിറ്റിംഗ് ഉണ്ടാവാൻ പോവുകയാണ്. நீங்க ஆராதனையில தூதர்களுடைய விசிட்டிங் நடக்க போகிறது. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ആവിയാനവർ சொல்கிறார், ഹല്ലേലൂയ, ഇങ്ങനെ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി കറങ്ങുന്ന ഒരു കാഴ്ച ദേശം മുഴുവൻ പട്ടയത്തെ വെച്ചുകൊണ്ട് സുറ്റി കറങ്ങുന്ന ഒരു ദർശനത്തെ കാണിപ്പിக்கிறார். ബാക്കി പറ. ആമേൻ. ഹല്ലേലൂയ. മോളിങ് വന്ന് ഓ ആമേൻ പറഞ്ഞേ. മോളെ, നിന്റെ മേലൊരു ദൈവ വിളിയുണ്ട്. ഒരു ദൈവ അழைப்பு ഉന്മേൽ இருக்கிறது. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, പരിശുദ്ധ ആവിയാനവർ சொல்கிறார், ഇന്ത്യക്കകത്തുള്ള മകൾ ഇന്ത്യക്കകത്തുള്ളതാണ്. നീ ഇന്ത്യയിലെ ഇരിക്കുക വേണ്ടിയവൾ അല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മകളെ, ചില ഹയർ സ്റ്റഡികൾക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തണുപ്പ് നിറഞ്ഞിരിക്കുന്ന രാജ്യത്തിലേക്ക് നിന്നെ പറിച്ചു നടും. മേൽപടിപ്പുക്കാக കുളിർ നിറഞ്ഞ രാജ്യത്തിലേക്ക് കർത്താവ് ഉന്നെ കൊണ്ടുപോയി പോകാറാണ്. ദൈവത്തിന്റെ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെട്ടു. അസാധാരണമായ ദൈവിക ക്രിയ അവൻ வாழ்க்கைയിൽ വെളിപ്പെട്ടു. ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ മേൽ നിന്റെ മേൽ ഒരു അസാധാരണമാകുന്ന ഒരു ദൈവശക്തി നിന്റെ മേൽ പകരും. ദൈവ ചിത്തത്തിற்காக ഒപ്പുകൊടുത്ത് ജപിக்கிற போது അസാധാരണമായ വല്ലമേ ദൈവൻ അവൻ வாழ்க்கைയിൽ തരുവാർ. നീ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, എന്ത് തന്നെ ആയാലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കർത്താവിനെ പ്രസംഗിക്കുന്നവളെ നീ മാറുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന തലമുറകളുടെ മേൽ, ഈ തലമുറകളുടെ മേൽ ഞാൻ നിയോഗത്തെ ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഈ മകളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ஜாதி என்று சொல்கிற வேறுபாடுடைய அந்த கெட்டுகளை கர்த்தர் உடைத்து மாற்றி சொல்கிறார். ஜாதி வேற்றுமை. தேவனுடைய கிரியை வல்லமையாக வெளிப்பட்டு வரும். ஜாதி வேற்றுமைகள் எல்லாம் இந்த இடத்துல எடுத்து மாற்றுவார். ഹല്ലേലൂയ. മകളെ, നാമത്തിൽ മകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ മകളുടെ മേൽ ദൈവിക ജ്ഞാനത്തെ, ദൈവിക അഭിഷേകത്തെ ഹല്ലേലൂയ വഹിക്കുന്നവളാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മകളെ മാനിക്കുമാറണമെന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഇതിനകത്ത് അനന്യാസുമാരുണ്ടോ? இதுக்குள்ள அனனியாஸ் இருக்கிறீங்களா? ഷൗലുമാരെ അറസ്റ്റ് ചെയ്യുന്ന അനന്യാസുമാരുണ്ടോ? സൗലുകളെ പിടിച്ചു കൊണ്ടുവരുന്ന അനന്യാസ് இருக்கிறீர்களா? കേൾക്കുന്നില്ല. ജനറേഷൻ ഹലോ ചർച്ച്, ഹല്ലേലൂയ. ദേശത്തെ ഭരിക്കുന്ന ഷൗലുമാരെ അറസ്റ്റ് ചെയ്യുവാനുള്ള അനന്യാസ്, ദേശത്തെ സൗലിനെ അറസ്റ്റ് ചെയ്യുന്ന അനന്യാസ് ഹല്ലേലൂയ. 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 തുതി ഉമക്കേ, ഹല്ലേലൂയ. തുതി ഉമക്കേ, ഹല്ലേലൂയ. തുതി ഉമക്കേ, ഹല്ലേലൂയ. തുതി ഉമക്കേ.
വാലാക്കാമൽ എന്നെ തലയാക്കുവി, കീഴാക്കാമൽ എന്നെ മേലാക്കുവി. വാലാക്കാമൽ എന്നെ തലയാക്കുവി, കീഴാക്കാമൽ എന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, തുതി ഉമക്കേ, ഹല്ലേലൂയ, തുതി ഉമക്കേ, ഹല്ലേലൂയ, തുതി ഉമക്കേ. അരക്കും ഗോലിയാത്തെ അടയ്ക്കും വല്ലമയെ സിറിയ ദാവീദുக்குள் வைத்தவரே, അടുകൾ வைத்தவரே, ஜாதியின் மத்தியிலே உயர்த்தி அரக்கங்கோலியாக்கே அழகு வல்லமையை சிறிய தாவீதுக்குள் வைத்தவரே, அடுகள் வைத்தவனே, ஜாதியின் மத்தியிலே உயர்த்தி தூக்கினீரே. வேலே 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 வேலே, ஹல்லேலூயா, துதி உமக்கே, ஹல்லேலூயா, துதி உமக்கே, ஹல்லேலூயா, துதி உமக்கே, ஹல்லேலூயா, துதி உமக்கே. വാലാക്കാമൽ എന്നെ തലയാക്കുവി, കീഴാക്കാമൽ എന്നെ മേലാക്കുവി. വാലാക്കാമൽ എന്നെ തലയാക്കുവി, കീഴാക്കാമൽ എന്നെ മേലാക്കുവി. ഹല്ലേലൂയ, തുതി ഉമക്കേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, തുതി ഉമക്കേ, ഹല്ലേലൂയ, തുതി ഉമക്കേ, ഹല്ലേലൂയ. ഓരാധന മകനെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുന്നു. നിന്നെ തകർത്ത് കളയുവാൻ ഒത്തിരി പിശാച് വെല്ലുവിളിച്ചതാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്ന വെളിപ്പാട് ഇങ്ങനെയാണ്. ഒരു വറ്റി വരണ്ട ഒരു നിലം, ഒരു വറ്റി വരണ്ട നിലം, കായ്ந்து വരണ്ടു പോയ ഒരു നിലം, അതിനെ ശൂന്യമാക്കി അത് ഒന്ന് വെറുമയാക മാറ്റി മുന്നേറുവാൻ കഴിയാത്ത നിലവാരത്തിൽ ചില നന്മകളെ അപഹരിച്ചു കൊണ്ടുപോയ ശത്രുവിന്റെ പദ്ധതികളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. നന്മകളെ അപഹരിച്ച് എടുത്ത ചില കിരികളെ പരിശുദ്ധ ആവിയാനവർ കാണിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. അസാധാരണമായ ദൈവിക വല്ലമകൾ വെളിപ്പെട്ടു വരും. ഒരാള് മാറിയവനെ പോലെ, ഒരു പേര് മാറിയവനെ പോലെ, മാറ്റപ്പെട്ടവനെ പോലെ ദൈവിക നിയോഗത്തിനകത്ത് ഞാൻ നിന്നെ നിർത്തും. കർത്തരുടെ തിട്ടത്തുക്കുള്ള ഉണ്ടെ ഞാൻ നിർത്തുവേ. മകനെ, ദൈവം ഇന്ന് രാത്രി നിന്നെ കാലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇരവിലെ ആണ്ടവർ ഉന്നെ ഇങ്ങ കൊണ്ടുവന്നിരിപ്പാറില്ല. ഇന്ന് രാത്രി ദൈവം നിന്നെ പണിയുന്ന രാത്രിയാണ്. ഇരവിലെ ഉന്നെ മറുപടി സീർനോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒക്ടോബർ ഒക്ടോബർ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറി മറയുന്നത് പോലെ വാക്കുകളെ ചരിത്രങ്ങൾ മാറ്റി മറയ്ക്കുന്ന ഒരു അത്ഭുതമാകുന്ന വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം കൈമാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൂത് പറയുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ആലോചന ചൊല്ലുമ്പോൾ, പാരമ്പര്യമായി ബന്ധിച്ച ബന്ധനങ്ങൾ, പാരമ്പര്യമായി കെട്ടപ്പെട്ട ചില കട്ടുകൾ, ഹല്ലേലൂയ, ഉയരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ കുടുംബത്തെ കൊള്ളയടിച്ച ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ഉയരാൻ മുടിയാതെ പിടിക്കുന്ന കുടുംബത്തെ കൊള്ളയടിക്കപ്പെട്ടത് കട്ടുമാറട്ടും ഉടൈந்து മാറുവதாக കട്ട് ഉടയട്ടും. ദൈവശക്തി വെളിപ്പെടുക, ദൈവശക്തി വെളിപ്പെടുക. പെറ്റുകൊൾ 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 ദൈവവചനം പെറ്റുകൊൾ. ആമേൻ. അത് വല്ലമേ പെറ്റുകൊൾ. നീ വിശ്വസിച്ചോ? ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ദൈവം നിന്നെ ഉയർത്തും. വിടേണ്ടത് വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ നിൽക്കുമെങ്കിൽ മകനെ, നിന്റെ ജീവിതത്തിന്റെ ചരിത്ര ദൈവം മാറ്റുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവശക്തിയിനകത്ത് വെളിപ്പെട്ട് വരിക.
ലീറക ധനാര ഘടക ശന്തരാന ബൗഡരി കർത്തനാര രേഖ ധനാര ഘടക ശന്തരെ റിബാ ധനാര. മകളെ, നിന്റെ മേൽ ദൈവത്തിന് വിളിയുണ്ട്. மகளே, உன்மேல் தேவனுடைய ஒரு அழைப்பு இருக்கிறது. ഈ ദിവസങ്ങളിൽ ഹാലലിയ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. இந்த நாட்களை முழுமையாக தேவ சமூகத்தில் உன்னை ஒப்பு கொடுக்க வேண்டும். ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നിലൂടെ അനേക ചെറുപ്പക്കാരെ ദൈവം കൂട്ടും. ஆவியான தேவன் சொல்ல, உன் மூலமாக அநேக வாலிபர்களை ஆண்டவரே தேவன் கூட்டி சேர்க்க போகிறார். യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ നിയോഗത്തിനകത്ത് ദൈവശക്തി നിന്റെ മേൽ കൈമാറാൻ പോകുന്നു. தேவ ஆவியானவரால் சொல்லப்படுகிற இந்த தூது சொல்லும்போது ஒரு அபிஷேகம், നിന്റെ ശബ്ദത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടും. ശബ്ദത്തിലെ ദൈവിക വല്ലമை പ്രസന്നം വെളിപ്പെട്ട് വരപ്പോகிறது. ദുരാത്മാക്കളുടെ മേലുള്ള ദൈവിക അധികാരത്തിന്റെ ശക്തി ഞാൻ നിന്റെ മേൽ ഇടുകയാണ്. ആവികളെ തുറത്തக்கூடிய വിശേഷമായ അഭിഷേകത്തിന്റെ വല്ലമை ഉനക്കുള്ളക ഞാൻ കൊടുക്കാൻ പോകുகிறேன். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരുണ 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 യേശുവിന്റെ നാമത്തിൽ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഈ മകളുടെ മേൽ അത് വെളിപ്പെട്ടു വരട്ടെ. ഒരുമിച്ച് കരങ്ങളെ ചേർത്തടിച്ച് காசு பணம் இல்லாமல் முகவரி இல்லாமல் தனிமை நான் அழுந்தது நீர் மறக்கலையே. காசு பணம் இல்லாமல் முகவரி இல்லாமல் தனிமை நான் அழுந்தது நீர் மறக்கலையே. நான் உடைஞ்சு போய் கிடந்து, நான் நெருக்கப்பட்டு கிடந்து, என்ன ஒற்று சேர்க்கையும் நீ நான் மறக்கலையே. என் கண்ணீர் என்பது நீ துடை நான் மறக்கலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகை. உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகை. உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலையே. ஆயிரங்கள் பார்த்தாலும் கோடிசனம் இருந்தாலும் உம்மை விட அழகு இங்கு கண்டுபிடிக்கலையே. ஆயிரங்கள் பார்த்தாலும் கோடிசனம் இருந்தாலும் இயேசுவை போல் அழகு இங்கு கண்டுபிடிக்கலையே. நான் உங்களை மறந்து போது நீங்க என்ன மறக்கவில்லை. நான் கீழே விழுந்து நீங்க என்னை தூக்க மறக்கலையே. அட மனுஷன் மறந்து நீங்க என் விட்டு கொடுக்கலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலையே. ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നീ മരണത്തെ പോലും ആഗ്രഹിച്ച രാത്രികളാണ് കഴിഞ്ഞ ദിവസങ്ങൾ. നീ മരണത്തെ അധികമായി വിരുമ്പിന ഇരവുകൾ தான் கடந்த சில நாட்கள். പരിശുദ്ധാത്മാവ് പറയുന്നു, ദേവാവിയാൻ சொல்கிறார், வாழ்க்கையே பெரிய ஒரு வேதனைக்குள்ளாக இருக்கிறது. தெய்வீக விடுதலை கர்த்தர் இந்த இரவிலே கைமாற்ற செய்கிறார்.
നല്ല ഭക്ഷണം, நல்ல ஆகாரம் உண்டு பல நாட்களாய் விட்டது. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, தேவாவியான் சொல்லுகிறார், നിന്റെ കലത്തിലെ മാവിനി കുറയത്തില്ല, உன் பானையில மாவு குறையாதே, நீ നിന്റെ ഭരണി ഇനി വറ്റിപ്പോകത്തില്ല. ஆமே, உன் வீட்டுல எண்ணெய் ഇന്ന് രാത്രികാലം നിന്റെ കുടുംബത്തെ ഞാൻ നിറയ്ക്കാൻ പോവുകയാണ്. இரவில் உன் குடும்பத்தை நன்மையா நிரப்ப போகிறேன் യേശുവിന്റെ നാമത്തിൽ. இயேசுவின் நாமத்தினாலே ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ இந்த நிமிடம் ஜெபிக்கும்போது ഒരു അസാധാരണമാകുന്ന ദൈവിക വിടുതൽ ஒரு അസാധാരണமான ദൈവിക വിടുതൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഈ മകളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം. ജീവിതം എന്തായി என் வாழ்க்கையா இப்படி ஆச்சுன்னு பல நாட்கள் நீ சிந்தித்துக் கொண்டிருந்த പരിശുദ്ധാത്മ പറയുന്നു, தேவாவியான் சொல்கிறார், അവൾ നീ ശക്തമായി പ്രാർത്ഥിച്ചു, வல்லமையாக ஜெபித்துக்கொள், ഭയങ്കര ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. பெரிய விடுதல் உன் வாழ்க்கையில் நடக்க നീ போகிறது. ദൈവത്തിലാണ്, நீ கிறிஸ்துவுக்குள்ளாக നീ இருக்கிறாய், ക്രിസ്തുവിൽ നിൽക്കും. நீ கிறிஸ்துவுக்குள்ளாக നീ இருக்கிறாய். പൂർണ്ണമായിട്ട് നീ ഹാലലിയ നമ്പിക്കയോടെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, நம்பிக்கையோடு நிச்சயத்தோடு ஜெபிக்க ஆரம்பித்தார், ഹാലലി ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കാൻ തയ്യാറായി தேவ കഴിഞ്ഞാൽ, சமூகத்தோடு ஒப்பு கொடுக்க ആലയത്തിനകത്ത് മാത്രമല്ല പ്രാർത്ഥന, ஆலயத்துக்குள்ள மட்டுமுள்ள ஜெபம் அல்ல, ഹാലലി ആലയത്തിനകത്ത് വരുമ്പോ മാത്രമല്ല ക്രിസ്തു, ஆலயத்துக்குள்ள மட்டும் கிறிஸ்துவ அல்ல, ഹാലലി നീ ഒരു തീരുമാനം എടുത്തിട്ട് ഇന്ന് രാത്രികാലം മടങ്ങി പോകണം. நீ ஒரு தீர்மானத்தோடு இந்த இரவில கடந்து போக வேண்டும். മുഴുവൻ സമയം ഞാൻ ക്രിസ്തുവിലായിരിക്കും, நான் எல்லா இடங்களிலும் கிறிஸ்துவுக்குள்ளாக இருப்பேன், ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെട്ട് വരും, கர்த்தருடைய மகிமை என் வாழ்க்கையில் നിന്റെ வெளிப்படும், ഭവനത്തിന്റെ ഇന്നത്തെ അന്തരീക്ഷം ദൈവം മാറ്റും. உன் குடும்பத்துல எல்லா நிலைமையும் கர்த்தர் மாற்றுவார். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു, இப்படி சொல்லுகிறார், ഹാലലി ഒരു വലിയ വിടുതൽ ദൈവം നിന്റെ മേൽ വെളിപ്പെടുവാൻ വേണ്ടി பெரிய പോകുകയാണ്. விடுதல் உன் வாழ்க்கையில் வெளிப்பட்டு வரும். ഹാലലി നിന്റെ കയ്യിൽ എന്ത് ഉണ്ടെന്നുള്ളതല്ല, உன் கையில என்ன இருக்கு என்பதல்ல. ഹാലലിയ നോക്കണമേ, വിധവയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലലിയ അവനത്തിനകത്ത് എണ്ണയുണ്ട്, ஆனா வீட்டுக்குள்ள அந்த விதைகிட்ட கேட்கும், வீட்டுல கொஞ்சம் எண்ணெய் இருக்கிறது, ഹാലലി പക്ഷെ എണ്ണയുടെ വലിപ്പം നീ മനസ്സിലാക്കിയില്ല. ஆனா அந்த எண்ணெய் எவ்வளவு பெரிது என்பது நீ புரிந்து கொள்ளவில்லை. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, பரிசுத்த ஆவியானவர் சொல்கிறார், ഉള്ളതിനെ വെച്ച് உள்ளதை வைத்து മുന്നേറുവാനുള്ള முன்னேறக்கூடிய ഒരു ദൈവശക്തി, தெய்வீக வல்லமை, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് பரிசுத்த ஆவியான தேவன் ഇന്ന് രാത്രികാലം இந்த இரவிலே നിന്റെ ജീവിതത്തിനകത്ത് ചെയ്തെടുക്കുവാൻ வாழ்க்கையை செய்து முடித்து ദൈവശക്തി വെളിപ്പെടുമെന്ന് தேவ வல்லமை ദൈവത്തിന്റെ ആത്മ പ്രവചിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഹാലലി എന്താ അന്ധകാരത്തിന്റെ ക്രിയകൾ, എല്ലാ അന്ധകാരത്തിന്റെ വല്ലമകളും, പേര് പറഞ്ഞ് ബന്ധിച്ച ബന്ധനങ്ങൾ, പേര് ചൊല്ലി കെട്ടപ്പെട്ട കട്ടുകൾ, കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ശാപങ്ങൾ, കുടുംബത്തിൽ യേശുവിന്റെ നാമത്തിൽ അന്യായമായി ബന്ധിച്ച ബന്ധനങ്ങൾ, അന്യായമായി കെട്ടപ്പെട്ട കട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. அந்த கட்டு அழிந்து போகட்டும். യേശുവിന്റെ നാമത്തിനകത്ത് വിടുതൽ സംഭവിക്കട്ടെ. നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ആ ദൈവത്തെ വന്ന് സ്തുതിച്ചാട്ടെ. വിശ്വാസമുള്ള രണ്ട് കരങ്ങളെ തട്ടി ദൈവനെ सिर्फ तेरे लिए यीशु तेरे लिए, सिर्फ तेरे लिए यीशु तेरे लिए, सिर्फ तेरे लिए यीशु तेरे लिए. ओ रबाशके आमेन പറഞ്ഞേ. ओ रबाशके दुराന ഘടക ശബ്ദരേ. ഹല്ലേലൂയ. വേഗത്തിൽ വരട്ടെ. ദൈവസഭയോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ ചവിട്ടാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജോൺ എന്ന് പറയുന്ന ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് ജോണാണോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറോട് ചേർന്ന് കിടന്നവനെ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്ന ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ മാറോട് ചേർന്ന് കിടക്കണം. ഈ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇവന്റെ മേൽ ഒരു അസാധാരണമാവുന്ന ഒരു പുതപ്പ് വീഴും. ഇവൻ മേൽ ഒരു അസാധാരണമായ ഒരു പോർവൈ വിടുമെന്ന് ആവിയാനവർ சொல்கிறார். ഹല്ലേലൂയ. ഒരു യൂത്തുമായിട്ട് കണക്ട് ചെയ്ത് ശക്തമായ ദൈവപ്രവൃത്തി നിന്നെ ഞാൻ അതിന്റെ നടുവിൽ നിർത്തും. വാലികളോട് ഇണந்து വല്ലமையான ഒരു ഊഴിയം ചെയ്യത്തക്ക നിലയിൽ കർത്തർ ഇവനെ ഇണപ്പാർ. പക്ഷെ നിന്റെ വിദ്യാഭ്യാസത്തോട് വെല്ലുവിളിക്കുന്ന വ്യാപാരങ്ങൾ അതിനെ മുടക്കിക്കളഞ്ഞ് മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ
ശത്രുവായവൻ ഹല്ലേലൂയ എല്ലാ മേഖലകളും കൊട്ടി അടയ്ക്കുന്നത് പോലുള്ള ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാല ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകന്റെ മേൽ അത് വെളിപ്പെട്ട് വരട്ടെ. அவன் படிப்பிலையும் முன்னேற முடியாதபடிக்கு எல்லா நிலைமையிலும் கட்டப்பட்டு ஒதுக்கிற துஷ்ட சக்தியின் வல்லமைகள் அந்த கட்டப்பட்டு போகத்தக்க நிலைமையிலே சபையாக நாம் யாவரும் கரங்களில் ஒருமித்து ஜெபிக்கிற போது கர்த்தர் விடுதலை കൊടുக்க പോകുகிறார். മകന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ശരീരത്തിനകത്ത് അലർജി പോലെ അലർജി പരിശുദ്ധ ആവിയാൻ சொல்றார் ചില നേരത്തിൽ ഉടമ്പിലെ ചില അലർജികൾ ഇന്ന് രാത്രിക്കണം അതിനെ ഹീലാവട്ടെ. இந்த இரவிலே தேவன் அற்புதத்தை கொடுக்கிறார். ഒരു അത്ഭുത വിടുതൽ ഇവന്റെ മേൽ ശരീരത്തിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തും. വിടുതലിന്റെ ചരിത്രം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഉച്ച മുതൽ പാദം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ വല്ലമ ഇറങ്ങട്ടെ, സുഖമുണ്ടാകട്ടെ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇതിനകത്ത് ഹല്ലേലൂയ കുറയാതെ 80-ൽ പരം ചെറുപ്പക്കാരന്മാർ ദൈവം ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പോകുകയാണ്. ആലയത്തുക്കുള്ള ഏറെക്കുറെ 80 വാലുകൾ ഒരുമിച്ച് ഇണൈത്ത് ചേർക്ക പോകുകയാണ്. ദൈവ ആത്മാവ് അങ്ങനെ തന്നെ ഒരു വെളിപ്പാടെന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവിനെ കാണിക്കുന്നത് ഹല്ലേലൂയ അവരെല്ലാം മിഷണറിമാരായിരിക്കും. அவங்க மிஷனரிகளாக மாற போகிறார்கள். ചിലതിനെ ഉടച്ചു കളയുവാൻ, ചിലதை ഉടൈത്ത് போடும்படியாக, ചിലതിനെ ഉടച്ചു കളയുവാൻ, അല്ലെങ്കിൽ ചിലതിനെ പറിച്ചു കളയുവാൻ, ചിലവற்றை പിടുങ്ങി போடும்படியாக ഹല്ലേലൂയ പിശാച് പദ്ധതിയിടും. பிசாசு சிலதை இடிக்கும்படியாக பிடுங்கும்படியாக திட்டம் வைத்திருக்கிறார். ദൈവാത്മാവിന്റെ ഒരു വചനം കാണിക്കും. പരിശുദ്ധ ആവിയാൻ ഒരു വചനത്തെ കാണിக்கிறார். യൂത്ത് എല്ലാവരും ഈ വചനം പിടിച്ചെടുത്തോണം. വാലിബர்கள் இந்த വചനത്തെ நீங்க நன்றாக பிடித்துக் கொள்ள வேண்டும். ഹല്ലേലൂയ ആറ്റടികത്ത് നട്ടിരിക്കുന്നതും അത് പിന്നെ വായ്ക്കലോരமாக നട്ടപ്പെട്ടതും അല്ല തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും കാലത്തിൽ കനി കൊടുപ്പതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ദൈവം നിങ്ങളെ വളർത്താൻ പോവുകയാണ്. മരത്തെ പോലെ കർത്താവ് വളർത്താൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഈ മകന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവന്റെ മേൽ വെളിപ്പെടുന്ന എല്ലാ പിശാചിന്റെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ വെളിപ്പെടുന്ന എല്ലാ പിശാചുകളുടെ എല്ലാ അധികാരത്തിന്റെ വല്ലമകളെയും ഇവന്റെ അപ്പന് വേണ്ടി അപ്പന്റെ അപ്പന്മാരിൽ നിന്നും വെളിപ്പെട്ടു നിൽക്കുന്ന പാപങ്ങളുടെ അകത്യങ്ങളെ ഹല്ലേലൂയ സകല അധികാരത്തിൽ നിന്ന് പിശാച് വെച്ചിരിക്കുന്ന കെട്ടുകളെ ഇന്ന് രാത്രികൾ സ്വർഗ്ഗം അഴിച്ചു മാറ്റട്ടെ. തകപ്പടിയ കാലം മുതൽ പിശാച് അക്രമത്തിൽ കട്ടുകൾ യേശുവിൽ അഴിച്ചു വിടുകയോ. ഇന്ന് രാത്രികൾ ഒരു മഹാ അത്ഭുതമായ ദൈവത്തിന്റെ പരിശുദ്ധമായി വിടുവിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പോരുന്ന മോനെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ ചൊല്ലുവീങ്ക? ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രി നിറയ്ക്കുകയാണ്. കർത്തനെ നിറപ്പുകയാണ്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസിക്കുന്നീர்கள்? ഞാൻ ഇതിനകത്ത് ഹല്ലേലൂയ ചില അനന്യാസുമാരെ കാണുകയാണ്. ഞാൻ இந்த ஆலயத்துக்குள்ள ചില അനന്യാക്കളെ കാണുகிறேன். ചില ശൗലുമാർ അപ്പോസ്തലനായ പൗലോസായി മാറാൻ പോകുകയാണ്. ചില സൗൽ അപ്പോസ്തലനായ പൗലാக മാറാൻ പോകുகிறார்கள். ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസിക്കുന്നീர்கள்? എലോഹി 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 പ്രവചനം വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഈ സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയാം. മറുപടി ചൊല്ലുகிறார். ഒത്തിരി വർഷിപ്പ് സോങ്ങുകൾ ഇങ്ങനെ എഴുതുന്നു. അനേക ആരാധന പാടലുകൾ എഴുതുവதை പോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ പേരിൽ ഒരു ഡയറി തന്നെ ദൈവാത്മാവിനെ കാണിക്കുക. ആവിയാനവർ ഉങ്ക പേരിൽ ഒരു ഡയറിയെ കാണിപ്പിക്കുക. ദൈവം ശക്തമായിട്ടുള്ള ചില പാട്ടുകൾ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. വല്ലമയാണ് ചില പാടലുകളെ കർത്താവ് നിങ്ങൾക്ക് തരപ്പോകുகிறார். അത് രാജ്യങ്ങളിലേക്ക് മാറാൻ പോകുന്നു. அந்த பாடல் ராஜ்யங்களுக்குள்ளாக அது போக போகிறது. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി വരും. ദൈവ മഹിമ വെളിപ്പെട പോകുகிறது. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസിക്കുന്നു? അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചോ. വല്ലമയാಗಿ നിങ്ങൾ ജപിച്ചുകൊള്ളുക. എലോഹി 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 വേണ്ടിയൊരെല്ലാം വേടപ്പെട്ടു പോകും. വേണ്ടിയതെല്ലാം എനക്ക് തന്തി. വേണ്ടിയൊരെല്ലാം വീടപ്പെട്ടു പോകും. വേണ്ടതെല്ലാം എനക്ക് തന്തി. പരദേശിയാ തങ്കിനതേ സ്വതന്ത്രമായി മാറ്റി തന്തി.
പറഞ്ഞോട്ടെ. சொல்லுங்க அல்லேலூயா. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ ആൾറെഡി ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. நான் ஒரு இந்து பரம்பரை குடும்பத்திலிருந்து நான் பிறந்து வளர்ந்தப்பட்டவன். ആൾറെഡി ഞാൻ കർത്താവ് യേശു ഞാൻ ഇങ്ങനെ സാക്ഷി പറയണോ വേണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. என் சாட்சி சொல்லணுமா வேண்டாமான்னு இடையில நினைத்துக் கொண்டிருந்தேன். പക്ഷെ എന്റെ കണ്ണ് ചിലരുടെ മേൽ ഉടക്കുകയാണ്. என் கண்ணு சிலர் மேல் அது பதிக்கிறது. ആൾറെഡി അവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് ഇങ്ങനെ പറയാം. அவங்களுக்காக ஒரு வார்த்தை சாட்சி சொல்கிறேன். ഹല്ലേലൂയ. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് நான் ஆண்டவராக இயேசு கிறிஸ்துவை கண்டடைந்தது ഒരു കൺവെൻഷൻ വേദിയിലല്ല, ஒரு കൺവെൻഷൻ സ്റ്റേജിൽ അല്ല, ഒരു ഫാസ്റ്റിംഗ് പ്രേയറിലല്ല. ஒரு உபவாச ஜெபத்தில் அல்ல. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുന്നത് ജയിലിനകത്ത് വെച്ച്. நான் சிறைச்சாலைக்குள்ள வைத்து தான் ஆண்டவராக இயேசுவை நான் கண்டடைந்தேன். Praise the Lord. Praise the Lord. ഞാൻ 18 വർഷം വരെയും நான் 18 ആണ്ടുകൾ വരെ ഹല്ലേലൂയ ഞാന് തിരുവനന്തപുരത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഒരു ചെണ്ടകൊട്ടുകാരനാണ്. நம்ம திருவனந்தபுரத்துல ஆற்றிங்கல் க்ஷேத்திர பேரு கட்ட ஒரு கோயில், அங்கே செண்ட மேளம் அடிக்கிற അവിടെ ஒரு நபராக காணப்பட்டார். ഹല്ലേലൂയ ഫോട്ടോസ് ഒക്കെ அதுல உள்ள அந்த போட்டோஸ் எல்லாம் கையில இப்ப வைத்திருக்கிறார். ഹല്ലേലൂയ ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു ജീവിതം, மதுபானத்துக்கும் போதைக்கும் அடிமையானவனாக காணப்பட்டேன். Praise the Lord. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ ദൈവം കൊണ്ട് എത്തിച്ചത് ഹല്ലേലൂയ തിരുവനന്തപുരമുള്ള പൂജപ്പുരമുള്ള സെന്റർ ചെയിന്റെ സ്പെഷ്യൽ ചെയിനകത്ത് വെച്ച. ஆமே. ஆண்டவராக இயேசு கிறிஸ்துவினை கண்டடையும்படியாக ஆண்டவராக தேவன் அந்த ட்ரிவாண்டரத்துல பூஜைப்பெருச்சுள்ள அந்த மத்திய சிறைக்குள்ளாக வைத்துதான் கர்த்தரை கண்டடைய வைத்தார். Praise the Lord. ஹல்லேலூயா. நீங்க நினைப்பீங்க எந்த தப்பு பண்ணிட்டு ஜெயிலுக்கு போனாருன்னு நினைப்பீங்க. ഞാൻ എന്റെ 18ാമത്തെ വയസ്സ് കയറാൻ തുടങ്ങിയതാണ്. 18வது வயது முதல் நான் சிறைச்சாலைக்குள்ள இருந்தேன். ഒത്തിരി കേസുകൾ എന്റെ പേരിലുണ്ടായി. அநேக கேஸ் என் பேர்ல இருந்தது. അവസാനമായിട്ട് ഒരു കൊലപാതക കേസിലാണ് கடைசியில ஒரு கொலைபாதக கேஸ்ல தான் பாஸ்டர் அரெஸ்ட் பண்ணாங்க. യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ എന്റെ സാക്ഷികളൊക്കെ யூடியூப்ல எல்லாம் அவருடைய அனுபவ சாட்சிகள் எல்லாம் நீங்க கேட்க முடியும். ഞാൻ ഇതിനകത്ത് പറയാൻ കാരണം நான் இந்த கிறிஸ்துவுக்குள்ள வர காரணம், ഇതിനകത്ത് ചില ശക്തന്മാരായ ചെറുപ്പക്കാരന്മാരെ ഞാൻ കാണുകയാണ്. இந்த ஆலயத்துக்குள்ளாக வல்லமையுள்ள சில வாலிபர்களை நான் காண்கிறேன். ആലലി അവർ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടി പോകും. அவங்க தேவனுடைய ராஜ்யத்திற்காக வர நாட்கள பிரயோஜனப்பட வேண்டும். ആമേൻ. ஆமென். അച്ഛാ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ അച്ഛാ? விசுவாசிக்கிறீங்களா? നിങ്ങളുടെ മേലൊരു ദൈവിക നിയോഗം വെളിപ്പെടുക. உங்க மேலே தெய்வீக ஒரு அழைப்பு வெளிப்பட்டு வருகிறது. ആലൊരു നോക്കണമേ. ஆமென். ശൗല് പൗലോസായ കാലഘട്ടം, பவுலாக மாறின காலகட்டங்கள், ആലൊരു ശക്തമായ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം അവനെ ഒരുക്കിയെടുത്തു. அவன் வல்லமையான தெய்வீக நடத்திப்புக்காக இந்த பவுலை கர்த்தர் பயன்படுத்துகிறார். പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ശൗലിന്റെ എല്ലാ ശുശ്രൂഷകളും നോക്കുമ്പോൾ சவுலுடைய எல்லா ஊழியங்களையும் நாம் பார்ப்போமானால் ആലലിയ മിനിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ നിന്ന് അടിയാ. அங்க அந்த ஊழியம் முடிந்த உடனே அடிகள் தான் நடக்கும். ആലലിയ പിന്നെ ഇവനെ നാട് കടത്തും, പിന്നെ அந்த ஊர் மாத்துவார்கள், கடத்திடுவார்கள். അല്ല ദശാംശ സ്തോത്ര കാഴ്ച കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ஏதாவது காணிக்கையோ தசம கிடைச்சதா அதுவும் இல்லை. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. சோத்திரம் சொல்லுங்க. ചിലര് പത്രോസിന്റെ ആത്മാവാ, சிலங்களுக்கு பேதுடைய ஆவிதான் சிலங்களுக்குள்ளாக இருக்கிறது. ഹല്ലേലൂയ. കാരണം നിലം വരെ വിറ്റിട്ടാണ് കൊണ്ടുവന്ന് பாருங்க, அவங்க இருக்கிற நிலத்தை எல்லாம் வித்து கொண்டு ஆமென் தேவ சமூகத்தை கொண்டு ஒப்பு கொடுத்தார்கள். ആമേൻ പറഞ്ഞോട്ടെ. ஆமென் சொல்லுங்க. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാനൊരു നിങ്ങൾക്ക് എനിക്കറിയത്തില്ല, വീണ്ടും ഒരു സാക്ഷി ഇങ്ങനെ വരിക. மறுபடியும் ஒரு சாட்சி என் வாழ்க்கையில் வெளிப்பட்டு வருது. എന്ത് ദൈവസഭയോട് എനിക്ക് പറയണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം. இந்த தேவ சபையில் அந்த சாட்சி சொல்ல நான் விரும்புகிறேன். അല്ലെങ്കിൽ എനിക്ക് മസ്കറ്റിൽ നമ്മളൊരു സഹോദരനുണ്ട്. மஸ்கட்ல ஒரு நண்பர் இருந்தார். നമ്പറിൽ സഹോദരൻ. ഹല്ലേലൂയ. ആ സഹോദരന് ഹല്ലേലൂയ നമ്മുടെ കേരളത്തില് പുനലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസം. அந்த சகோதரர் கேரளால புனலூர் என்ற அந்த ஊர்ல வசித்தார். ഹല്ലേലൂയ. അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല, அவருக்கு வேலை ஒண்ணும் இல்லை. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. தேவ சமூகத்தை ஜெபிக்க ஆரம்பித்தார். പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, நன்றாக ஜெபிக்கிற ஒரு சகோதரர். ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: தேவ சமூகத்தை ஜெபித்த ஜெபம் இப்படி: ദൈവമേ, എനിക്ക് ഒരു ജോലി ലഭിക്കുമെങ്കിൽ, യേശുപ്പா எனக்கு ஒரு வேலை கிடைக்குமானால், ഹല്ലേലൂയ, എനിക്ക് എത്ര രൂപ ഫസ്റ്റ് ശമ്പളം കിട്ടിയാലും முதல்ல எனக்கு எவ்வளவு சம்பளம் கிடைச்சாலும் അത് ഞാൻ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുപോകും. அதை நான் தேவ சமூகத்தில் கொண்டு கொடுப்பேன். സഹോദരൻ പറഞ്ഞേ. சோத்திரம் சொல்லுங்க. അദ്ദേഹം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. அவர் அந்த தீர்மானத்தோடு வல்லமையாக ஜெபிக்க தொடங்கினார். അങ്ങനെ മസ്കറ്റിൽ ഒരു ജോലി ശരി. அவருக்கு மஸ்கட்ல நல்ல ஒரு வேலை கிடைத்தது. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടു കൂടി മസ്കറ്റിലേക്ക് சந்தோஷத்தோடு மஸ்கட்டுக்கு போனார். പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മസ്കറ്റില് ജോലിയൊക്കെ കിട്ടി നല്ല എല്ലാം സെറ്റിലായി. மஸ்கட்ல வேலை கிடைத்தது, அங்க செட்டில் ஆயிட்டாரு. അദ്ദേഹത്തിന് 1,00,000 സംതിങ് ആണ് അദ്ദേഹത്തിന് ഫസ്റ്റ് സാലറി. முதல் சம்பளம் வந்துட்டு 1,00,000க்கு அதிகமாக இருந்தது. ഹല്ലേലൂയ. അങ്ങനെ ഈ സഹോദരൻ ദൈവസഭയ്ക്കകത്ത് ഒരു ഉടമ്പടി വെച്ചു. அந்த திருசபைக்கு நேராக ஒரு உடன்படிக்கை எடுத்தார். എന്താണ് ഫസ്റ്റ് സാലറി? முதல் கிடைக்கிற சம்பளம் எவ்வளவா இருந்தாலும் ഹല്ലേലൂയ ദൈവസഭയ്ക്കകത്ത് தேவசபைக்கு கொடுப்பேன் என்று சொல்லி ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ? இவர் என்ன செஞ்சார் தெரியுமா? ഹല്ലേലൂയ. ഈ 1,00,000 സംതിങ് കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ പാസ്റ്ററിന്റെ അക്കൗണ്ടിനകത്ത് ഇട്ടു.
அந்த 1 லட்சத்துக்கு அதிகமா அந்த கிடைத்த அந்த சம்பளத்தை அந்த வாங்கி பாஸ்டரோட அக்கவுண்ட்ல போட்டார். പാസ്റ്റർ ഇത് ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ ഫസ്റ്റ് സാലറി பாஸ்டர் இது தேவ ஊழியத்திற்காக ஆலயத்திற்காக என்னுடைய முதல் சம்பளம் என்று சொன்னார். ആലലിയ വിശ്വസ്തനായിരുന്നു. அது உத்தமத்தோடு உண்மையோடு செய்தார். ആലലിയ ജോലിയിൽ നിന്നും വർദ്ധിക്കാൻ തുടങ്ങി. அவர் வேலையிலிருந்து அடுத்த லெவலுக்கு வளர தொடங்கினார். ആലലിയ ആ ജോലി സ്ഥാപനത്തിനകത്ത് ഇവൻ ഏറ്റവും വിശ്വസ്തനായി മാറി. அந்த ஸ்தாபனத்திலே நல்ல உண்மையுள்ள ஒரு மனுஷனாக மாறினார். 1.5 വർഷം കഴിഞ്ഞപ്പോൾ 1.5 ஆண்டுகள் கழிந்தபோது ആലലിയ ആ കമ്പനിയിലുള്ള ആലലി മെയിൻ ഓണർ പറഞ്ഞു, அந்த கம்பெனியுள்ள மெயின் அந்த ஓனர் சொன்னார், അല്ല ഞങ്ങൾ കുടുംബമായിട്ട് USA സെറ്റ് ആവാൻ പോകുകയാണ്. நாங்க குடும்பமாக யுஎஸ்ஏக்கு நாங்க செட்டில் ஆக போகிறோம். ആലലിയ ദൈവാത്മാവ് എന്നോട് ഇടപെടുകയാണ്. பரிசுத்த ஆவியான என்கிட்ட சொல்லுகிறார், ഈ കമ്പനി നിന്റെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്തു തരുവാൻ. இந்த கம்பெனி உன் பேர்ல பதிவு செய்து கொடுக்கும்படியாக ஒரு ஏவுதல் தருகிறார். ആലലിയ കമ്പനി മാത്രമല്ല, கம்பெனி மட்டுமல்ல, മസ്കറ്റിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വാഹനങ്ങൾ, அந்த மஸ்கட்ல அவருக்கு இருந்த வாகனங்கள், ആലലൂയ അവിടത്തെ വീട്, அவருடைய വീട് എല്ലാം ഈ സഹോദരന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. அவருக்குள்ள எல்லா அந்த மஸ்கட்ல எல்லா சொத்தையும் இந்த சகோதரன் பேர்ல பதிவு செய்து கொடுத்தார். ഞാന് ഹാലലി ആ സഹോദരന്റെ വീടിനെ കുറിച്ച് പറയാം. நான் அவர் வீட்டை குறித்து சொல்கிறேன். ഈ ഓലയില് ഇങ്ങനെ ഈ ടാർപ്പാളം അതുപോലത്തെ അങ്ങനെയൊക്കെ സംഭവിച്ച് കെട്ടിയ ഒരു വീട്. குடிசை வீடு இந்த டார்ப்பாயெல்லாம் போட்டு மறைத்து கட்டப்பட்ட வீடு தான். ഹാലലി നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ മാസം ഈ മാസം ഡേറ്റ് ഞാൻ മറന്നുപോയി. ഹാലലി പുനരൂരിൽ അദ്ദേഹത്തിന്റെ ഹാലലിയ ആ ഓഹരി കൊണ്ടൊരു ദൈവസഭയെ പണിതു. ஹல்லேலூயா. இந்த புனரூர் இந்த மாசத்துல நடந்தது. அவருக்கு கிடைக்க வேண்டிய அந்த பங்குல ஒரு நல்ல ஒரு தேவ ஆலயத்தை அவர் கட்டி கொடுத்தார். ஆமென். സ്തോത്രം പറഞ്ഞാട്ടെ. ஸ்தோத்திரம் சொல்லுங்க. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ஆமென் சொல்லுங்க. ഇതിനകത്ത് നിങ്ങൾ വിതയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, நீங்க இந்த திருசபை ஊழியங்களுக்கு நீங்க விதைக்க ஆரம்பிப்பீர்கள் என்றால், ഹാലലി നിങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. உங்களை கர்த்தர் பெருக பண்ணுவார். ஆமென். ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ஸ்தோத்திரம் பண்ணுங்க. ഇന്ന് രാത്രികൾ എന്തോ എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറയും, பரிசுத்த ஆவி அந்த சாட்சியை சொல்ல சொன்னார் எனக்கு. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, நீங்கள் ஒருமித்து நிற்பீர்கள் என்றால், ഈ ദേശത്തിലെ ഹാലലൂയ ഈ പട്ടണത്തെ നിങ്ങൾക്ക് പിടിച്ചടക്കുവാൻ സാധിക്കും. இந்த தேசத்தை இந்த பட்டணத்தை உங்களுக்கு பிடித்தெடுக்க முடியும். ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ട് വരും. தெய்வீக கிரிகள் வெளிப்பட்டு வரும். 3ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ്, 3ാം வானம் வரை எடுக்கப்பட்ட அப்போஸ்தலனாக பவுல், ശക്തമായ ഒരു മിനിസ്ട്രി അവന്റെ മേൽ വെളിപ്പെട്ടതിന്റെ കാരണം എന്ന് പറയുന്നത്, வல்லமையான ஒரு ஊழியம் அவன் வாழ்க்கையில் வெளிப்பட்டு வர காரணம் என்ன? അവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനായിരുന്നു. அவன் ஆண்டவருக்காக அர்ப்பணிக்கப்பட்டவனாக இருந்தான். ഇവന്റെ മേൽ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ, மகிமையின் நம்பிக்கையின் கிறிஸ்து அவன் வாழ்க்கையில் வெளிப்பட ஆரம்பித்த போது, ഇവിടെ ക്രിസ്തുവിനെ അവർ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങി. எங்கெல்லாம் போனாலும் கிறிஸ்துவை வெளிப்படுத்துகிற நிலைமை காணப்பட்டது. ഹാലലി നോക്കണമേ, ഹാലലി നമുക്കറിയാം എഫെസോസ് പട്ടണം, നമുക്ക് தெரியும் எபேசோஸ் பட்டணம். ഹാലലിയോ ഒരിക്കൽ ഹാലലിയ അവിടെ ആഭിചാരങ്ങളാൽ ഹാലലി മന്ത്രവാദങ്ങൾ ബന്ധപ്പെട്ട് കിടന്ന ഒരു പട്ടണമായിരുന്നു. മന്ത്രങ്ങൾ, സൂനിയങ്ങൾ, വിഗ്രഹാരാധന നിറഞ്ഞ കട്ടപ്പെട്ട ഒരു പട്ടണமாக ഇരുന്നത്. എന്നാൽ ദൈവിക നിയോഗം പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസ് കാലുകുത്തുമ്പോൾ തന്നെ, കർത്തരുടെ തെരഞ്ഞെടുപ്പുകളെ പെറ്റുകൊണ്ട് അഭിഷേകം പെറ്റുകൊണ്ട് പാദങ്ങൾ പട്ടപോത്, ഹാലലി എഫെസോസ് പട്ടണത്തിന്റെ ചരിത്രം മാറുന്ന നിലവാരത്തിൽ എഫെസോസ് പട്ടണത്തെ തന്നെ ദൈവസഭയാക്കി ദൈവം മാറ്റിയെങ്കിൽ, ആമേൻ, എഫെസോസ് പട്ടണത്തിന്റെ ചരിത്രത്തെ തലകീഴാക മാറ്റ മുടിയുമാനാൽ, മാറ്റിയെങ്കിൽ ദൈവം ഈ ദേശത്തെ നോക്കി പ്രവചിക്കുകയാണ്. ദേവൻ இந்த தேசத்தை நோக்கி தீர்க்கதரிசனம் சொல்கிறார். ഹല്ലേലൂയ. ഈ ദേശത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. இந்த தேசத்தை பார்த்து பரிசுத்த ஆவியானவர் இப்படி தீர்க்கதரிசனம் சொல்கிறார். നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ, நம்ம கூகுள்ல சர்ச் பண்ணி பார்க்கும்போது, നമ്മൾ മാപ്പ് സെർച്ച് ചെയ്യുമ്പോൾ மேப்ல நம்ம பார்க்கும்போது ഓരോ മെയിൻ പോയിന്റുകൾ കാണും. முக்கியமான அந்த ஸ்தானங்களை பார்க்க முடியும். ഹല്ലേലൂയ. പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേര് കാണും. முக்கியமான இடங்களுடைய பேர் அங்க நம்ம பார்க்க முடியும். ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. தேவ ஆவியானவர் சொல்கிறார், ചെന്നൈയിലെ ഈ ദേശത്തിന്റെ പേര് എനിക്കറിയത്തില്ല, இந்த பகுதியின் பேர் தெரியாது, എന്നാൽ സ്വർഗം പറയുന്നു, பரலோக தேவன் சொல்கிறார், ഈ സഭയുടെ പേരിൽ ദേശം അറിയപ്പെടാൻ പോവുകയാണ്. இந்த சபையின் பேரில் இந்த தேசம் அறியப்பட போகிறது. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിനാலே ആമേൻ പറയട്ടെ. ആമേൻ சொல்லுங்க. ആമേൻ. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെ ചില ദൈവ പ്രവർത്തികൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. அப்படிப்பட்ட தெய்வீக கிரியைகள் இங்க வெளிப்பட்டு வர போகிறது. നോക്കണമേ, ഹല്ലേലൂയ. ഇനി അടുത്തൊരു പട്ടണത്തിന്റെ പ്രത്യേകതയാണ്, അടുത്തൊരു പട്ടണത്തിന്റെ വിശേഷത இப்படி இருக்கிறது. ഹല്ലേലൂയ. മെക്കദോനിയ പട്ടണം എന്ന് പറയുന്നത്, മെക്കദോനിയ പട്ടണം, ഈ ഇക്കലോനിയ പട്ടണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മെക്കദോനിയ പട്ടണത്തിന്റെ വിശേഷം എന്നു சொன்னா, ഇത് രണ്ട് ദേശമാണ്. ഇത് இரண்டு தேசம். ഒന്ന് ലുസ്ത്ര,
ഒന്ന് ലുസ്ത്ര, രണ്ട് ലുക്കവേനിയ. ലുക്കവേനിയ. അപ്പൊ ഇക്കലോനിയ പട്ടണത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടില്ല എന്ന് പറഞ്ഞ ഒരു പട്ടണമാണ്. ഇത് ദേവുடைய കിരികളെ വെളിപ്പെടக்கூடாது എന്ന് ചൊല്ലപ്പെട്ട ഒരു പട്ടണமாக ഇരുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുമായ അപ്പോസ്തലനായ പൗലോസ് കാലുകുത്തിയപ്പോൾ, മഹിമയും നമ്പിക്കൻ ക്രിസ്തുവെ ധരിത്തുകൊണ്ട് പൗൽ കാൽ வைத்தபோது ദൈവത്തിന്റെ ആത്മാവനോട് അവനോട് ഇടപെടാൻ തുടങ്ങി. தேவ ஆவியான அவர் மூலமாக செயல்பட ஆரம்பித்தார். ഇവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, இங்க ஒரு தெய்வீக கிரியைகள் வெளிப்பட்டு வர வேண்டுமானால், പൗലോസെ പ്രസംഗം കൊണ്ട് ഒതുങ്ങത്തില്ല, பவுலே உன் செய்தியினால மட்டும் ஒதுங்காது, പ്രവചനം കൊണ്ട് കഴിയത്തില്ല, தீர்க்கதரிசனத்தினால முடியாது. ഇവിടെ അത്ഭുതങ്ങൾ വെളിപ്പെടണം. இந்த சபையில் இங்கே அற்புதங்கள் வெளிப்பட்டு ഇവിടെ வர வேண்டும். അത്ഭുതങ്ങൾ വെളിപ്പെടണം. இங்கே அற்புதங்கள் நடக்க வேண்டும். നോക്കണമേ, ഇക്കലോനിയ പട്ടണത്തിനകത്ത്, ഇക്കലോനിയ പട്ടണത്തുക്കുള്ളാക അമ്മയുടെ ഉദരം മുതൽ തന്നെ രണ്ട് കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയ തായും കരുവിലെ സെപ്പാണിയാக ഉരുവാക്കപ്പെട്ട് പിറക്കപ്പെട്ടതാണ് ഒരുവൻ. ആ മനുഷ്യന്റെ അടുക്കൽ കർത്താവ് പറഞ്ഞു, ചെല്ല്, அந்த മനുഷ്യൻ അരുകാവിനെ പോകച്ചോ, അവന്റെ കൈക്ക് പിടിക്ക്, അവൻ കയ്യെ പിടി. അവൻ കുതിച്ചു ചാടും, അവൻ തുള്ളി കുതിത്തി എഴുമ്പുവാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാല സ്വർഗം വിളിച്ചു പറയുന്നു, ഇരവരെ പരലോകം ചൊല്ലുகிறது. അങ്ങനെ ചില എഴുന്നേൽപ്പുകൾ, அப்படிப்பட்ட ചില എഴുപ്പുതലുകൾ, അങ്ങനെ ചില അത്ഭുതങ്ങൾ, அப்படிப்பட்ட അത്ഭുതങ്ങൾ ഈ ദൈവസഭയ്ക്കകത്ത് ദൈവം നടത്താൻ പോകുകയാണ്. இந்த சபைக்குள்ளாக ஆண்டவராக தேவன் நிறைவேற்ற போகிறார். ഇതിനകത്ത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വെളിപ്പെട്ട് വരാൻ இந்த പോകുകയാണ്. சபையிலே അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെട്ട് വരാൻ പോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ദേവ ആവിയാനോട് சொல்லுகிறார், ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ കേസുകെട്ടുകൾ ഇതിനകത്ത് വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാകുന്നത് പോലെ മരുത്തവർ തള്ളിവിട്ട കേസുകൾക്ക് പരിപൂർണമായ സൗഖ്യത്തെ വിടുതலை കർത്താവ് ചെയ്യാൻ പോകുகிறார். ഒരു ഹീലിംഗ് മിനിസ്ട്രിങ് അനോയിന്റിംഗ് ഇതിനകത്ത് ദൈവം കൈമാറുകയാണ്. ഒരു സുഖമളിക്കും അത്ഭുതത്തിൻ ഊഴിയത്തെ കർത്താവ് കൈമാറ്റം ചെയ്യുகிறார். എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസിக்கிறீர்கள்? കാരണം നമ്മുടെ അകത്തളങ്ങളിൽ വെളിപ്പെടുന്നത്, കാരണം നമുക്കുള്ളാக வெளிப்பட்டு நிற்கிற அபிஷேகம் മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. മഹിമയും നമ്പിക്കയുടെ ക്രിസ്തു വെളിപ്പെട്ട് இருக்கிறார். ആമേൻ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസിக்கிறீர்கள்? എത്ര പേർക്ക് അത് പിടികിട്ടി? എത്ര പേർക്ക് അത് പുരിഞ്ഞുകൊണ്ടീங்க? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് പറ, പക്കത്തില് കൈ പിടിച്ച് சொல்லுங்க, നിങ്ങൾ നിസ്സാരപ്പെട്ട വ്യക്തിയല്ല, സാധാരണ നബറല്ലേ, നിങ്ങൾ നിസ്സാരപ്പെട്ട വ്യക്തിയല്ല, സാധാരണ നബറല്ലേ. ഹല്ലേലൂയ. കാരണം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു എന്നിലിരിക്കുന്നു. മഹിമയും നമ്പിക്കയും ക്രിസ്തു എനക്കുള്ളാக இருக்கிறார். അല്ലല്ല, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവിൽ ഞാനിരിക്കുന്നു. ആമേൻ. മഹിമയും നമ്പിക്കയും ക്രിസ്തുക്കുള്ളാக ഞാൻ இருக்கிறேன். അല്ലല്ല, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു എന്നിലിരിക്കുന്നു. മഹിമയും നമ്പിക്കയും ക്രിസ്തു എനക്കുള്ളാக இருக்கிறார். അല്ലല്ലേ, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവിൽ ഞാനിരിക്കുന്നു. ഇല്ല, മഹിമയും നമ്പിക്കയും ക്രിസ്തുക്കുള്ളാக ഞാൻ இருக்கிறேன். അങ്ങനെ അല്ല, அப்படி அல்ல, ഞങ്ങൾ ഒന്നായിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നാകவே இருக்கிறோம். ഹല്ലേലൂയ. എലോഹിയേൽ എലോഹിയേൽ എലോഹീം ഉമ്മേ തുതിപ്പേ. എലോഹിയേൽ എലോഹിയേൽ എലോഹീം ഉമ്മേ. Come on, one more. എലോഹി. ഒരു നിമിഷം എല്ലാവരും ചാടി എഴുന്നേറ്റാണ്. ഉമ്മേ തുതിപ്പേ. എലോഹിയേൽ എലോഹിയേൽ എലോഹീം. Come on, once more. Elohim, Elohim, Elohim. Come on. Hey, hey.
ഞാൻ ദൈവത്തിന്റെ നിയോഗത്തോടെ പ്രവചിക്കുകയാണ്. கர்த்தருடைய അനുമതിയോട് ഞാൻ തീർക്കുന്നു சொல்கிறேன். ഇതിനകത്ത് ഹാലിലെ 7 കുടുംബങ്ങളുടെ മേൽ ഒരു അസാധാരണമാകുന്ന ദൈവശക്തി വെളിപ്പെടുകയാണ്. இந்த ஆலயத்துல 7 കുടുംബத்துக்குள்ளாக അസാധാരണமான ദൈവിക വല്ലമ വെളിപ്പെടുகிறது. ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി ഇന്ന് രാത്രികാല സ്വർഗം വിളിച്ചു പറയുന്നു. ഹാലിലെ ജോലി സംബന്ധമായിട്ട് ഹാലിലെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഈ 2024 തന്നെ ഗവൺമെന്റ് രജിസ്റ്ററുകൾ നിങ്ങളുടെ കയ്യിൽ വെളിപ്പെടാൻ പോവുകയാണ്. വേലക്കാக നാட்களாக ஜெபித்துக் கொண்டிருக்கிற சிலருக்கு அரசாங்க வேலை அந்த பதிவு அமைச்சலோ அந்த அப்பாயின்மென்ட் உங்க கையில் கிடைக்க போகிறது. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിக்கிறீர்கள்? ഹാലലൂയ. പ്രത്യേകം പ്രാർത്ഥിച്ചു. ഇതിനകത്ത് ചില തലമുറകളുടെ മേൽ എൻട്രൻസ് മുഖാന്തരമുള്ള ചില ദൈവ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. എൻട്രൻസ് മൂലமாக ദൈവിക ക്രിയകൾ ചില തലമുറ മേൽ വെളിപ്പെട്ട് വരപ്പോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ദേവാവിയാണ് இப்படி பேச சொல்கிறார். ഇതിനകത്ത് നിൽക്കുന്ന 3 തലമുറയുടെ മേൽ യുകെയുടെ இந்த ஆலயத்திலே 3 തലമുറ യുകെ ദേശത്തെ കുറിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു എമിഗ്രേഷൻ ഹല്ലേലൂയ ഒരു വിസ ഹല്ലേലൂയ അടിച്ചു കയറുന്നത് പോലെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. 3 നമ്പറുകൾ വാലിബർക്ക് 3 പേർക്ക് വിസ അടിച്ചു കിടക്കുന്ന ഒരു ദേശത്തെ കാണിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങ് വന്ന് റബാശകെ തനാരബൗഡരബ ലിഗറഗദനാരഗടക ശബ്ദ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. റബാ ഖദനാരഗടക ശബ്ദരേ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ജപിக்கலாம். ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചോ ദൈവം അത്ഭുതം ചെയ്യും. ദൈവ ചിത്തത്തിற்கு വല്ലമയായി ജപിത്തുകൊൾ കർത്തർ അത്ഭുതം ചെയ്യുവാൻ. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ചില മാസ്റ്റർ ഡിഗ്രി പോലുള്ള അനുഭവങ്ങളിലേക്കുള്ള റൂട്ടുകൾ ദൈവം തിരിക്കാൻ പോകുകയാണ്. ദേവാവിയാണ് മേന്മയാണ് ഉന്നതமான ചില പദവിക്കുള്ള പട്ടത്തുക്കുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ നിന്റെ മേൽ അയക്കും. ദേവാവിയാണ് ചെയ്യപ്പോവതെ മുന്നാக അറിയിപ്പാർ. ലിഗരഗദനാരഗടക ശബ്ദനാനബൗഡരികർത്തനാര നിന്റെ പേര് ചില ഫയലുകളിൽ എഴുതി ചേർക്കുന്നത് പോലെ ഉൻ പേരിൽ ചില ഫയൽ എഴുതി ചേർപ്പതേ പോലെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. ദൈവ മഹിമ വാക്കിൽ വെളിപ്പെടും. റിഭാഷകദുരാനഗടക ശബ്ദനാനബൗഡ ദൈവത്തിന്റെ ആത്മ പറയുന്നു ഈ സഭയ്ക്കകത്ത് നീ വിതയ്ക്കും. இந்த சபைக்குள்ளாக நீ விதைப்பாய். ഹല്ലേലൂയ. നീ സ്വന്തമായി വിതച്ച് സഭയ്ക്കകത്ത് വിതയ്ക്കും. നീ സ്വന്തമായി ചെലവിട്ട് സഭയ്ക്കുള്ளாக നീ വിതയ്പ്പാய். അങ്ങനെ ചില ദൈവ പ്രവർത്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബ്ലസ് ചെയ്യാൻ പോകുന്നു. ദേവക്രിയക്കാக കർത്താവായ ദൈവനെ അഭിഷേകം பண்ணி വേർപിരിக்கிறார். അതിന് നിന്റെ പേര് ഹല്ലേലൂയ ഒരു ഫയലിൽ എഴുതി ചേർക്കുന്നത് പോലെ ഒരു പേര് ഫയലിൽ എഴുതി ചേർപ്പതേ പോലെ അതിനകത്ത് സീല് പതിപ്പിക്കുന്നു. അതിനെ മുദ്ര വെച്ചത് പോലെ ശക്തമായ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നു. വല്ലമയാണ് ദൈവക്രിയ നാമത്തിൽ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ചില ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണം മകളെ അനുഗ്രഹിക്കും യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വർഷങ്ങൾ കൊണ്ട് രോഗം വിട്ടുപോകുന്നില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് വ്യാധിയാൽ അവധിപ്പെട്ട് എന്ത് പരിഹാരം ഇല്ലാമ ഇരിക്കുന്നവരെ കത്ത് കാണിപ്പിக்கிறார். ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും കരമൊഴുത്തി വന്നേ ആണ്ടുകളാக വ്യാധി സുഖമാകാത്ത ആ ആന്റിന്റെ പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും ഈ ബുദ്ധിമണ്ഡലത്തെ കെട്ടിവെച്ചിരിക്കുന്നത് പോലെ ബുദ്ധിയെ കെട്ടപ്പെട്ട ഒരു പോരാട്ടത്തെ കത്ത് കാണിപ്പിக்கிறார். ദൈവാത്മാവ് പറയുന്ന ഒരു സർപ്പം ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് പോലെ സർപ്പം തലയിൽ ചുറ്റി ഇരിക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അത് പൊട്ടട്ടെ. ഇന്ന് ഇരവിൽ അത് കെട്ടുടയട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ചു എല്ലാവരും ഒന്നാ ജപിക്കണം. എല്ലാവരും ജപിക്കാൻ വേണ്ടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കെട്ടഴിഞ്ഞു മാറട്ടെ. ഓ റബാ ഖാദന. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. ഇവിടെയുള്ള ഹല്ലേലൂയ നമ്മുടെ യൂത്ത് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ശക്തമായ ഒരു ദൈവിക വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധമായ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇമോഷൻസുകൾ ഇമോഷണൽ ഉടച്ചു ഉന്നയുടെ എണ്ണങ്ങൾ ഉന്നയുടെ ആശകൾ വിരുപ്പങ്ങൾ എല്ലാം ഉടയ്ക്കപ്പെട്ടത്. விளைவின் வந்து உன்னை உன் நம்பிக்கையெல்லாம் இழந்து உன்னை ஒதுக்கப்பட்ட ஒரு அனுபவத்தில் இருக்கிறாய். நாங்க ഒരുമിച്ച് நாங்க ஜெபிக்கிறோம். எல்லாரும் ஜெபிங்க. சபையெல்லாம் ஜெபிங்க. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ.
എല്ലുകൾ സംബന്ധിച്ച് കാൽ ഉറയ്ക്കുവാൻ കഴിയാത്ത ഈ പുറകുവശം ജോയിന്റ്സ് எலும்புகள் சரீரத்துல எலும்புகள் காலுக்குள்ளாக இடுப்புக்குள்ளாக பலனாக நிற்க முடியாதபடிக்கு அந்த வேதி உருவாக்குற ஒரு போராட்டங்கள் பைசாசு ഭാഗം തുടങ്ങി അത് പാദത്തിലേക്ക് വരുന്ന ഭാഗം ജോയിന്റ് அந்த கழுத்துல இருந்து கீழே வர அந்த எல்லா ஜாயிண்ட்லயும் യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ഒരുമിച്ച് ജപിപ്പമാണ് കർത്താവ് അത്ഭുതം ചെയ്യുവാർ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചെന്നൈയിൽ മെഡിക്കൽ കോളേജ് ഉണ്ടോ? ചെന്നൈയിൽ മെഡിക്കൽ കോളേജ് ഉണ്ടോ? ചെന്നൈയിൽ മെഡിക്കൽ കോളേജ് இருக்குதா? എവിടെയുണ്ട്? എങ്ക இருக்குது? 50 കിലോമീറ്റർ. 50 മെഡിക്കൽ കോളേജ് இருக்குது. 50 മെഡിക്കൽ കോളേജ് ഉണ്ടെന്നല്ലേ? ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കാണുന്നു, ആവിയിൽ ഞാൻ പാർக்கிறேன். ആ 50 മെഡിക്കൽ കോളേജിന് സംഭവിക്കാത്തത് ഇതിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. 50 മെഡിക്കൽ കോളേജിന് സംഭവിക്കാത്തത് ഇങ്ങനെ സംഭവിക്കാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിനാണ്. മെഡിക്കൽ കോളേജുകൾ തള്ളിക്കളഞ്ഞ കേസിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കും. മെഡിക്കൽ കോളേജ് തള്ളിവിട്ട കേസുകൾക്ക് ധൈര്യമായി ജപിத்துக் കൊള്ളുங்கள். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ വിടുതലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടുതൽ തിരുസഭയ്ക്കുള്ളാக നടക്ക പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ നിമിഷം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ജപിക്കുന്നു. ഈ മകളുടെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. இந்த മകൾക്ക് ശരീരത്തിലെ ദൈവിക വല്ലമയാണ് ശക്തമായ ഒരു വിടുതൽ, വല്ലമയാണ് വിടുതൽ. യേശുപ്പാ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു കർത്താവിന്റെ മേലായി യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ ഈ നിമിഷം ഈ മകളുടെ മേൽ സൗഖ്യം ഞങ്ങൾ റിലീസ് ചെയ്ത് വിടുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ ദൈവശക്തിയാൽ ഉച്ച മുതൽ പാദം വരെ ഇറങ്ങി. ഹല്ലേലൂയ. ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, ഘട്ടം ഘട്ടമായിട്ട് മകൾ വീട്ടിലേക്ക് വരും. കവലപ്പെടാതെങ്ക പടിപ്പടിയാக ഈ മകളുടെ ഭാവിയെ എതിർകാലത്തെ ഒതുക്കി കെട്ടപ്പെട്ട കെട്ടുകൾ. ഹല്ലേലൂയ. പാരമ്പര്യം ശാപം കൈമാറി உங்க பாரம்பரியத்தில் இருந்து சில சாபங்கள் அடுத்த தலைமுறைக்கு கைமாறி உங்க அளவுல வர வந்திருக்கிறது. പക്ഷേ നമ്മളെല്ലാരും പറയാതെ യേശു കാൽവരി നമ്മളെല്ലാം തകർത്തു. ஆனா கால்வரி சிலுவையில் இயேசுப்ப எல்லா சாபத்தையும் தகர்த்து விட்டார். പക്ഷേ അത് വിശ്വസിക്കുന്നത്, அதை விசுவாசிக்கும் போது ഹല്ലേലൂയ, അത് വെളിപ്പെടുന്നത് அது நம்ம வாழ்க்கையில் வெளிப்பட்டு വരും. അത് വിശ്വസിക്കുമ്പോഴാണ് വെളിപ്പെടുന്നത്. அது விசுவாசிக்கும் போது அற்புதம் வெளிப்பட்டு வரும். അത് വിശ്വസിച്ചുകൊണ്ട്, அதை വിശ്വാസിച്ചുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പന്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള തലമുറകൾ ചെയ്ത പാപങ്ങൾ തലമുറകൾ കണക്കിട്ട് വരും. நம்ம அம்மா குடும்பம் அப்பா குடும்பம் தலைமுறை യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പറഞ്ഞു. தலைமுறை കൈ മാറും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അത് പൊളിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കട്ട് ഉടയ്க்கிறோம். കർത്താവേ, പിശാചിന് കൊടുത്തിരിക്കുന്ന ലൂപ്പ് പോയിന്റുകൾ, அந்த பிசாசு கொடுக்கப்பட்டதுக்கு ஒரு பாயிண்ட் அதுதான், அதைத்தான் பிடிக்கிறது. ഈ കുടുംബത്തിനകത്ത് കയറിയ ചില ലൂപ്പ് പോയിന്റുകൾ ഞങ്ങൾ പൊളിക്കുകയാണ്. இந்த குடும்பத்துக்குள்ள அப்படி கடந்து வந்ததான அந்த பாரம்பரிய சக்தியை நாங்க உடைக்கிறோம். യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിനാൽ ചില പാരമ്പര്യ പാപം മുഖാന്തരം, ചില പാരമ്പര്യത്തിലെ പാപത്തിന് നിമിത്തമായി പിശാചിന് ഹല്ലേലൂയ കിട്ടിയ അധികാരം യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ രക്തം പറഞ്ഞ്, യേശുവിന്റെ നാമം പറഞ്ഞ് ഞങ്ങൾ ആ ബന്ധനങ്ങളെ അഴിക്കുന്നു, ഞങ്ങൾ ആ ശാപങ്ങളെ അഴിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഹല്ലേലൂയ, പൂർവീയ പിതാക്കന്മാർ ചെയ്ത അന്യാരാധനകൾ, ഹല്ലേലൂയ, ചില ശാപവാക്കുകൾ, ചില ശാപബന്ധനങ്ങൾ, ഹല്ലേലൂയ, പിൻപറമുറയിൽ പിൻകടന്നു വന്നത്, അത് മുഖാന്തരം കിട്ടിയ പിശാചിന്റെ അധികാരം, അതുപയോഗിച്ച് ഇങ്ങനെ ബന്ധിച്ച ബന്ധനം, ഞങ്ങൾ യേശുവിന്റെ നാമം പറഞ്ഞ് അതിനെ അഴിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതൽ സംഭവിക്കും. ദൈവ മഹത്വം കാണുവാൻ സഹായിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. കേട്ടോ, ഇതിനകത്ത് ശക്തമായ ഒരു വിടുതൽ കിട്ടും. നിങ്ങളെ കേട്ടോ, നിങ്ങൾ വിശ്വസിക്കണം. യേശപ്പാവേ, நீங்க விசுவாசி உறுதியாக நிக்கணும். ഈ മകൾ മൊത്തത്തിൽ മാറി വരും. பெரிய എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? நாங்க விசுவாசிக்கிறோம். ദൈവാത്മാ പ്രവചിക്കാൻ പറയുന്നത് കടഭാരങ്ങൾ മാറാൻ പോകാം. കടൻ പ്രശ്നങ്ങൾ മാറാൻ പോകുന്നത്. ഇതിനകത്ത് കടഭാരമുള്ളവരുണ്ട്. ഞാനൊരു വചനം പറഞ്ഞ് അതിനെ അഴിക്കാൻ പോകും. ഒരു വചനത്തെ ചൊല്ലി ഞാൻ ജപിக்கிறேன். ഹല്ലേലൂയ. കടഭാരമുള്ളവർ വലങ്കര, കടൻ പ്രശ്നയിൽ ഉള്ളവர்கள் വലങ്കര ഉയർത്തി, വലത് കരത്തെ ഉയർത്തിപ്പിടിത്തുകൊള്ളുங்கள். ഹല്ലേലൂയ.
നിങ്ങൾ തമിഴിൽ ഒരു വാക്യം വായിക്കണം. தமிழ் ஒரு வசனம் இருக்கிறது. അതിൽ ആരെങ്കിലും നല്ല ശക്തിയോടൊന്ന് വായിക്കണം. அது வல்லமை ദേവാസി വായിച്ചു, ദേവാസി വായിച്ചു. வாசிங்க. ആവർത്തന പുസ്തകം உபாகம புஸ்தகம் 15-ാം അധ്യായം 15 அதிகாரம் അതിന്റെ 5-ഉം 6-ഉം 5-6 വസനങ്ങൾ. കടമുള്ളവർ മാത്രം വലങ്കര ഉയർത്തി പിടിച്ചോ. கடம் உள்ளவங்க எல்லாம் கையை தூக்கி பிடிச்சுக்கோங்க. നിങ്ങളുടെ കരത്തിൽ കൂടെ ദൈവശക്തി വെളിപ്പെടാൻ പോകും. உங்க கரத்தின் வழியாக தெய்வீக வல்லமை வெளிப்பட்டு ഈ வரப்போகுது. കടം നിങ്ങളുടെ മേൽ കാലിലെ പിശാച് കൊണ്ടിട്ടിരിക്കുന്ന ലൂ പോയിന്റ് ആണ്. அது உங்க மேல பிசாசு கொண்டு வைத்திருக்கிற ஒரு பாயிண்ட் ஆக இருக்கிறது. ഒരു ലൂ പോയിന്റ് ആണ് അത്. അതിനെ പൊളിക്കാൻ പോകും. அந்த அந்த கெட்டுக்கறத உடைக்க போகிறார். உன் தேவனாகிய கர்த்தர் உனக்கு சுதந்திரிக்கும்படி கொடுக்கும் தேசத்தில் உன்னை மென்மேலும் ஆசீர்வதிப்பார். നിന്നെ എങ്ങനെ ആശീർവദിക്കും? ശബ്ദത്തിൽ പറഞ്ഞേ. மென்மேலும். ഒന്നുകൂടെ പറഞ്ഞേ. മേൽമേൽ ആശ്രയിപ്പും. അടുത്തത് உன் தேவனாகிய கர்த்தர் உன் தேவனாகிய கர்த்தர் உனக்கு சொன்னபடி നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ உன்னை ஆசீர்வதிப்பதினால் നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് நீ அநேகம் ஜாதிகளுக்கு கடன் கொடுப்பாய். നീ അനേക ജാതികൾക്ക് കടം കൊടുക്കുമെന്ന്. ഹലോ ഹലോ, ഈ കടം വാങ്ങുമെന്നാണോ എഴുതിയത്? ആണോ ദേവാസി? അങ്ങനെയാണോ എഴുതിയത്? ആണോ? തമിഴിൽ சொல்லுங்க. ஆமென். கடன் கொடுப்பாய். നിങ്ങൾ ഞാൻ പറഞ്ഞത് சொல்லுங்க. பாஸ்டர் சொல்றதை திரும்ப சொல்லுங்க. നിങ്ങൾ കടം കൊടുക്കുന്ന, നിങ്ങൾ കടം വാങ്ങുമെന്നാണ് എഴുതിയത്. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തം പറയുന്നു, தெய்வீக வாக்குத்தத்தம் சொல்லுது, നിന്റെ കൈരത്തിന്റെ മേൽ உன் கரத்தின் மேல் ദൈവശക്തി വെളിപ്പെടും. தேவ வல்லமை வெளிப்படும். ഈ കരം കൊണ്ട് നീ കൊടുക്കാൻ പോകുകയാണ്. இந்த கரத்தினால் நீ கொடுக்க போகிறாய். എങ്ങനെ കൊടുക്കും? எப்படி கொடுப்ப? ധനവും മാനവും പുരാതന സമ്പത്തും എന്റെ പക്കലുണ്ടെന്ന് അരുളി ചെയ്ത യഹോവയുടെ നാമത്തിലാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. பொன்னும் சகல சம்பத்து என் கையில் இருக்கிறது சொல்லி சர்வ வல்லமையுள்ள ஆண்டவராக தேவன் சொல்கிறார். ആ വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യം വായിച്ചേ. നീ കടം വാങ്ങത്തില്ലെന്ന്. ആമേൻ പറ. ആമേൻ. നീ കടം വാങ്ങുവதில்லை. കാരണം എന്താണ്? അടുത്തത്, നീ അനേക ജാതികളെ ഭരിക്കും. ആമേൻ. അടുത്തത്, നിന്നെ ഭരിക്കത്തില്ല. உன்னை அவர்கள் ஆளுவதில்லை. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസിக்கிறீர்கள்? ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കരങ്ങളിലുമേൽ, കരത്തിന്മേൽ കർത്താവ് പിശാച് തന്ത്രപരമായി കുടുംബങ്ങളെ ശൂന്യമാക്കി കുടുംബത്തിലെ സകലത് കൊള്ളയടിച്ച് കടം വാങ്ങുന്ന നിലവാരത്തിൽ, ലോൺ എടുക്കുന്ന നിലവാരത്തിൽ, ബാങ്കുകളിൽ ആലലിയ സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ വചനം വെച്ച് ഞങ്ങൾ അതിനെ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും വിടുതൽ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിടുതൽ സംഭവിക്കട്ടെ. വിടുതൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാസ്റ്ററെ, ഈ യോഗം കഴിയുമ്പോൾ ദൈവാത്മാവിനെ കാണിക്കുന്നത് ഈ ദേശത്ത് ഒരു അനർത്ഥം വെളിപ്പെടും. ദേശത്തിൽ ഒരു അനർത്ഥം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഈ അകാല ചില വിപത്തുകൾ, അകമത്തിന തർക്കൊല പോലെ മരണങ്ങൾ, ആക്സിഡന്റ്, വിപത്തുകൾ, യേശുവിന്റെ നാമത്തിൽ ദൈവസഭയിൽ ഒരു തലമുറ മേലും അത് വെളിപ്പെടരുത്. இந்த தலைமுறை மேல அது வெளிப்படவே கூடாது. യേശുവിന്റെ നാമത്തിനാലേ രക്തം കൊണ്ട് ഞാൻ മുദ്രയിടുന്നു. യേശു രക്തത്തോട് മുദ്ര വയ്ക്കുന്നു. പുറകിലെ അമ്മച്ചിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടുക. അത് ദൈവിക വല്ലഭ അമ്മച്ചിന്റെ മേൽ അത് വെളിപ്പെടുക. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഓ റബകദനാരകടകശന്തരേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതങ്ങളെ ചെയ്യും, അത്ഭുതം ചെയ്യും. ദൈവമഹത്വം. ഭാഷ പ്രാർത്ഥിച്ചോണം ശക്തമായ നിങ്ങളിലൂടെ ഭയങ്കര ഒരു മിനിസ്ട്രി ഈ ദേശത്ത് വെളിപ്പെടും. நீங்க நல்லா ஜெபிங்க. உங்களை கொண்டு பெரிய ஒரு ஊழியம் இந்த பகுதியில அது வளர போகிறது. ദൈവാത്മാവ് എന്നെ കാണിക്കുന്നത് ഈ സഭ ഭയങ്കരമായിട്ട് വളർത്താൻ പോകും. உங்க சபையை கர்த்தராக தேவன் வளர்த்த போகிறார், பெருக பண்ண போகிறார். എന്നെ കാണിക്കുന്നത് ഇതിനകത്ത് വലിയൊരു ഹോള് പണി. நீங்க இங்க பெரிய ஒரு ஹால், ஒரு ஆலயம் கட்டுவீர்கள். അതിനകത്ത് റൂമുകൾ വരെ സെറ്റ് ചെയ്യും. റൂമുകൾ அதுல அநேக அறைகள், ரூம் கட்டுவீங்க.
ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരും. கர்த்தருடைய செயல்கள் வெளிப்பட்டு வரும். ഇതിനകത്ത് ഫോറിനേഴ്സുകൾ വന്ന് പ്രസംഗിക്കും. வெளியூர்காரங்க வந்து பிரசங்கம் பண்ணுவார்கள். ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ദൈവമഹത്വം കാണും. പരിശുദ്ധാവിயான വല്ലமையான கிரியைகளை வெளிப்படுத்துவார். കാരണം എന്താണ്? காரணம் என்ன? മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. மகிமையின் நம்பிக்கையான கிறிஸ்து எனக்குள்ளாக இருக்கிறார். അല്ല 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 ഇല്ല. മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവിൽ மகிமையின் நம்பிக்கை ഞാൻ கிறிஸ்துவுக்குள்ளாக ഇരിക്കുന്നു. അല്ല 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 മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. மகிமையின் நம்பிக்கை கிறிஸ்துவான எனக்குள்ளாக இருக்கிறார். ക്രിസ്തുവും ഞാനും ഒന്നായിരിക്കുന്നു. கிறிஸ்துவும் நானும் ஒன்றாக ദൈവം இருக்கிறோம். എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും കർത്താവ് ആശീർവദിപ്പാറാകട്ടെ. എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവം സഹായിക്കട്ടെ. ഹാലൽ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവദാസനുള്ള പ്രത്യേക നന്ദി തരണത്തെ രേഖപ്പെടുത്തുന്നു. ഏകദേശം ഒരു 15 മിനിറ്റ് കൂടിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കും ദൈവദാസൻ. எனக்காக குடும்பத்திற்காக ஊழியத்துக்காக ஜெபித்துக் கொள்ளுங்கள். சொல்லப்பட்ட நேரத்தில் கொஞ்சம் முன்னாடி போயிட்டு மன்னித்துக் கொள்ளுங்கள். கர்த்தர் நம்மை ஆசீர்வதிப்பார். God bless you. நல்ல கரங்களை தட்டி ஆண்டவரை ஸ்தோத்திரித்து